വൈകിട്ട് നേരത്തെ വരാൻ സൈക്കിൾ വാങ്ങി കൊടുക്കാൻ പറ്റില്ല. കഷ്ടം തന്നല്ലോ. കാലൊക്കെ കൊടുക്കത്തെ വേദന. ഭാര്യ പോയത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്ലൈഡ് ഷെയർ ചെയ്യാം. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ എസ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. സ്ലൈഡ് കാണുന്നുണ്ടോ? അതായത് ഇപ്പൊ ബോർഡിൽ കാണുന്ന ബോക്സിലേക്ക് നോക്കിയിട്ട് എല്ലാ കുട്ടികളും കുടിക്കുന്ന സ്ലൈഡ് കാണുന്നുണ്ടോ? ക്ലിയർലി സ്ലൈഡ് ഓക്കെ അല്ലേ? സ്ലൈഡ് ഓക്കെ അല്ലേ? തുടങ്ങിയാലോ? ഓക്കെ. മ്യൂട്ട് ഓള് കൊടുത്തിട്ടുണ്ട്. കേൾക്കാൻ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലില്ല, ഇപ്പൊ ഞാൻ മ്യൂട്ട് ഓള് കൊടുത്തിട്ടുണ്ട്. അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ചാറ്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് എസ് ഒന്നും ഇട്ടേക്കൂ. ക്ലിയർ അല്ലേ? ക്ലിയർ. തുടങ്ങിയാലോ നമുക്ക്? അപ്പോൾ സെക്കൻഡ് ടെസ്റ്റിന്റെ പരീക്ഷയാണ്. സെക്കൻഡ് ടെസ്റ്റിന്റെ മെയിൻസുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രി 7ഓളം മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് ആദ്യ ചാപ്റ്റർ ആരംഭിക്കാം. ആറ്റം. നമുക്ക് നമ്മുടെ +1 +2 NCERT ആണ് നമുക്ക് ഇതിനു വേണ്ടി റെഫർ ചെയ്യേണ്ടത്. +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മെയിൻസിന്റെ പരീക്ഷയും കൂടായുണ്ട്. സിലബസ് കൃത്യമായി ചാപ്റ്ററിന്റെ സബ് ടോപ്പിക് ഒരു കൊടുത്തിട്ടുണ്ട്. അല്ല, ആദ്യമേ നമ്മുടെ 7 മാർക്കിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആറ്റം എന്നൊരു ചാപ്റ്ററാണ്. ഞാൻ സിലബസിനെ വിശദീകരിച്ച് സമയം കളയുന്നില്ല, നേരെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നോക്കൂ, നമ്മൾ ആദ്യമേ പറയുന്ന ആറ്റമാണ്. ബോർഡിലേക്ക് നോക്കി. എന്താ ആറ്റം എന്ന് നിങ്ങൾ 8ാം ക്ലാസ്, ശരിക്കും അതിൽ 8ാം ക്ലാസ് തൊട്ട് നമുക്ക് വേണ്ടത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കാണ് ശരിക്കും നമുക്ക് ഇവിടെ വേണ്ടത്. വാക്കല്ലേ? 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് നിലവിൽ ആവശ്യം. NCERT ആണ് കേട്ടോ. അപ്പൊ ആ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ സമ്മറി, പിന്നെ കുറച്ച് PYQ, കേരള PSCന്റെ തന്നെ കുറച്ച് PYQ ചേർത്തിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്ന റാങ്ക് ഫയലുകളൊന്നും അല്ല. NCERT ടെക്സ്റ്റ് ബുക്ക് വിത്ത് കുറച്ച് നമ്മുടെ കേരള PSCന്റെ തന്നെ PYQ. അപ്പൊ അതില് ആദ്യം പറഞ്ഞ ചാപ്റ്റർ ആറ്റമാണ്. നിങ്ങൾ 8ാം ക്ലാസ് മുതലാണ് ശരിക്കും ആറ്റം എന്നൊരു ചാപ്റ്ററിനെ പഠിച്ചു തുടങ്ങുന്നത് അല്ലേ? 8ാം ക്ലാസ് മുതലാണ് ശരിക്കും ആറ്റം എന്നൊരു ചാപ്റ്ററിനെ ശരിക്കും നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. മുകളിലേക്ക് നോക്കി. എന്താ ആറ്റം? നിങ്ങൾ ആറ്റം എന്ന് പറയുന്നതിന് മുന്നേ ആദ്യം ആരെ പരിചയപ്പെടണം? മാറ്റർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ക്ലാസ് കുറച്ച് ഒരു പകുതിയായതിനു ശേഷം ക്വസ്റ്റിന്റെ മോഡൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ കൺസെപ്റ്റ് ഒന്ന് ആദ്യം കുറച്ച് നോക്കുക. നമ്മൾ ആദ്യം പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ആറ്റത്തെ കുറിച്ച് കുറെ പോയിന്റ് പഠിക്കുന്നു. നിങ്ങൾ ആദ്യം പറയുന്ന പോയിന്റ് ആറ്റം എന്താണെന്ന് പറയുന്നത് ആദ്യം ആരെ പരിചയപ്പെടുക? മാറ്റർ. ഒരേ സമയം 3 കണ്ടീഷൻ ഉണ്ടാകണം. ഒന്ന് നോക്കൂ, ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാകണം. 2 അത്യാവശ്യം മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാകണം. 3 നോ ലൈഫ്, ജീവൻ ഉണ്ടായിരിക്കരുത്. സിമ്പിൾ ആണ്. നിങ്ങളുടെ ചുറ്റും കാണുന്ന ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും രാസപരമായി കെമിസ്ട്രി പരമായി നമുക്ക് എന്ത് വിളിക്കുകയാണ്? ആറ്റം. പേന, പെൻസില്, കസേര, ഡിസ്ക്. നിങ്ങളുടെ ചുറ്റും കാണുന്ന തൊട്ടടുത്തിരിക്കുന്ന മൊബൈല് നോക്കൂ. ഈ മൊബൈലിന് എന്താണ്? ഇരിക്കാൻ ഇത്രയും സ്ഥലം വേണം. ശരിയാണ്. ചെറിയൊരു വെയിറ്റ് ഉണ്ട്, ജീവനില്ല. ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരേ സമയം 3 കണ്ടീഷൻ. ജീവൻ ഉണ്ടായിരിക്കരുതാണ് ഏറ്റവും പ്രധാനം. ജീവൻ കാണരുത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. അപ്പൊ നിങ്ങളെ ചുറ്റും ഇരിക്കുന്ന ഒരേ സമയം 3 കണ്ടീഷൻ. ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാവണം, അത്യാവശ്യം മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവണം, ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ബേസിക്കലി എന്ത് വിളിക്കുകയാണ്? മാറ്റർ എന്ന് വിളിക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇനി ഈ മാറ്ററിന്റെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ശരിക്കും ഏതാ? ആറ്റം. നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. ജീവൻ ഉള്ള വസ്തുക്കളുടെ അടിസ്ഥാന ഘടകമാണ് ഇത് സെല്ല് അല്ലെങ്കിൽ കോശം. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എനി നോൺ ലിവിംഗ് മെറ്റീരിയൽ ഈസ് കോൾഡ് ലിവിംഗ് മെറ്റീരിയൽ. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എനി ലിവിംഗ് മെറ്റീരിയൽ, ജീവനുള്ള ഏതൊരു വസ്തുവിന്റെയും അടിസ്ഥാന ഘടകമാണ് സെല്ല് എന്ന് ബയോളജിയിൽ പഠിക്കുകയല്ലേ? സെൽ പ്ലസ് സെൽ പ്ലസ് സെൽ പ്ലസ് സെൽ, കുറെ സെല്ലുകളെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആരെ കിട്ടാണേ? ഏതെങ്കിലും ഒരു ലിവിംഗ് ഓർഗാനിസം കിട്ടാം.
അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എനി ലിവിങ് മെറ്റീരിയൽ ഈസ് കോൾഡ് സെൽ എന്ന് പഠിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എനി നോൺ ലിവിങ് മെറ്റീരിയൽ. ജീവനില്ലാത്ത ഏതൊരു വസ്തുവിന്റെയും അടിസ്ഥാന ഘടകത്തെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വിളിക്കുകയാണ്? ആറ്റം എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എനി നോൺ ലിവിങ് മെറ്റീരിയൽ, ജീവനില്ലാത്ത ഏതൊരു വസ്തുവിന്റെയും അടിസ്ഥാന ഘടകത്തെ നമുക്ക് എന്ത് വിളിക്കുകയാണ്? ആറ്റം എന്ന് വിളിക്കാം. കഴിഞ്ഞില്ല, വീണ്ടും മുന്നോട്ട് ഒന്ന് മുകളിലേക്ക് നോക്കണേ. ദി വേർഡ് ആറ്റം ഹാസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് അറ്റോമിയോ. അറ്റോമിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് അൺകട്ടബിൾ, ഇറ്റ് ഈസ് നോൺ ഡിവിസിബിൾ. ക്ലിയർ അല്ലേ? നിൽക്കണേ, NCERT ടെക്സ്റ്റ് ബുക്കിൽ 1ാം ക്ലാസ്സിൽ ഒരു പേര് പറയുന്നുണ്ട്. വേർഡ് ആറ്റം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് അറ്റോമിയോ മീൻസ് അൺകട്ടബിൾ, നോൺ ഡിവിസിബിൾ. നിൽക്കണേ, ചെറിയൊരു അഡീഷണൽ പോയിന്റ് പറയാനുണ്ട്. അതായത് അവിടെ നോക്കുക, ബോർഡിലേക്ക് നോക്കുക. ശരിക്കും പറഞ്ഞാലേ ഈ ആറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ വന്ന വഴിയിലൊക്കെ പലപ്പോഴും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഫാദർ ഓഫ് ആറ്റം ആരാണ്? ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇട്ടേ. ഫാദർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ പിതാവ് ആരാടേ? ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടടേ. ഫാദർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ പിതാവ് ആരാം? ഫാദർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ പിതാവ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടടേ. ജോൺ ഡാൾട്ടൺ എന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. നിൽക്കട്ടെ, ശരി. നമ്മൾ ഫാദർ ഓഫ് ആറ്റം നമ്മൾ ശരിക്കും ജോൺ ഡാൾട്ടൺ എന്നൊരു പേഴ്സണാലിറ്റിയാണ് പൊതുവെ പരിചയപ്പെടുന്നത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ശരിക്കും ആറ്റം കണ്ടുപിടിച്ച ഡാൾട്ടൺ ഒന്നും അല്ല. ശരിക്കും ആറ്റം കണ്ടുപിടിച്ച ഡാൾട്ടൺ അല്ല, പകരം മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. ബോർഡിലേക്ക് നോക്കണേ. അദ്ദേഹത്തിന്റെ പേരെന്താ? പരമാണു, അതായത് കണാദ മുനി. അദ്ദേഹത്തിന്റെ കറക്റ്റ് പേര് നമ്മുടെ ഇന്ത്യക്കാരനെ പഴയ സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? കണാദ മഹർഷി അല്ലെങ്കിൽ കണാദ മുനി എന്ന് വിളിക്കും. അപ്പൊ ഇദ്ദേഹം ശരിക്കും 400 BC, നോക്കിക്കോണേ, 400 BC to 700 BC. എങ്ങനെ കഥ? 400 BC to 700 BC കണാദ മുനി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ പഴയ ഒരു സയന്റിസ്റ്റ് അല്ല. ആ കാലഘട്ടത്തിൽ സയന്റിസ്റ്റുമാരൊന്നും ഇല്ല, എല്ലാ സന്യാസിമാരും അല്ലേ. അപ്പോൾ 400 BC to 700 BC കണാദ മുനി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ പഴയ ഒരു സന്യാസിയുണ്ട്. ഇദ്ദേഹം ഏത് പേരിൽ ആറ്റം കണ്ടുപിടിച്ചു? പരമാണു കൺസെപ്റ്റ്. മുകളിലേക്ക് നോക്കണേ. പരമാണു എന്ന് വെച്ചാൽ ഒരു സംസ്കൃത വാക്കാണ് കേട്ടോ. അവിടെ മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇറ്റ് വാസ് ദി ഓൾഡസ്റ്റ് നെയിം ഓഫ് ആറ്റം. ആറ്റത്തിന്റെ പഴയ പേരെന്താണ്? പരമാണു. ക്ലിയർ ക്ലിയർ. അപ്പോൾ ഈ ലോകത്തിൽ ആദ്യമായിട്ട് ആറ്റവുമായി ബന്ധപ്പെട്ട് ഒരു തിയറി കണ്ടുപിടിച്ച ആരാണ്? കണാദ മഹർഷി അല്ലെങ്കിൽ കണാദ മുനി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ പഴയ ഒരു സന്യാസി. കൺസെപ്റ്റ് കൊണ്ടിരിക്കുന്ന എപ്പോഴാണ്? 400 BC to 700 BC കാലഘട്ടത്തിൽ. അദ്ദേഹം അന്നതിന് പേരുത്തിരുന്ന പേരെന്താ? പരമാണു കൺസെപ്റ്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വാട്ട് ഈസ് കോൾഡ് പരമാണു? ഒരു സംസ്കൃത വാക്കാണ്. ഇറ്റ് വാസ് ദി ഓൾഡസ്റ്റ് നെയിം ഓഫ് ആറ്റം. ആരതിന്റെ പഴയ പേരാണ് പരമാണു. പക്ഷെ നിങ്ങൾ ആലോചിക്കാം, ഈ 400 BC to 700 BC എന്ന് പറയുമ്പോഴേ വലിയ സയന്റിഫിക് ഡെവലപ്മെന്റ് ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷനോ മെയിൽസോ ഇമെയിലോ ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം ഈ ആശയങ്ങൾ എന്ത് ചെയ്തു? താളിയോല ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു. അദ്ദേഹം ഈ ആശയങ്ങൾ എന്ത് ചെയ്തു? താളിയോല ഗ്രന്ഥങ്ങൾ ഈ ആശയങ്ങൾ അദ്ദേഹം എഴുതി വെച്ചു. അന്നതേ ഉള്ളൂ എഴുതി വെക്കാൻ. വർഷങ്ങൾ കഴിഞ്ഞു. റിസർച്ചിന്റെ ഫലമായിട്ട് ഈ പോയിന്റ് ആരടിച്ചു മാറ്റി? നമ്മുടെ ജോൺ ഡാൾട്ടൺ. ക്ലിയർ. അപ്പൊ ആറ്റത്തിന്റെ പഴയ പേര് പരമാണു. അദ്ദേഹം താളിയോല ഗ്രന്ഥങ്ങൾ ആശയങ്ങൾ എഴുതി വെച്ചു. ആ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരുന്ന ആശയമായിരുന്നു എന്ത്? ഈ ഒരു പരമാണു കൺസെപ്റ്റ്. ഇത് ആർക്ക് കിട്ടുന്നു? നമ്മുടെ ജോൺ ഡാൾട്ടണ് കിട്ടുന്നു. അദ്ദേഹം അതിന്റെ പേരങ്ങ് മാറ്റി. അദ്ദേഹം ഒരു പേര് കൊടുത്തു. ആ തിയറിക്ക് തന്നെ അദ്ദേഹം ഒരു പുതിയ പേര് കൊടുത്തു അല്ലേ. മുകളിലേക്ക് നോക്കണേ. തിയറിക്ക് അദ്ദേഹം ഒരു പുതിയ പേര് കൊടുത്തു. എന്തായിരുന്നു അദ്ദേഹം കൊടുത്ത തിയറിന്റെ പേര്? തിയറിക്ക് എന്തെങ്കിലും പേരുണ്ടായിരുന്നോ? തിയറിക്ക് ഒരു പുതിയ പേര് കൊടുത്തു. ജോൺ ഡാൾട്ടൺ തിയറി അടിച്ചു മാറ്റി. മാത്രമല്ല തിയറിക്ക് ഒരു പുതിയ പേര് കൊടുത്തു അല്ലേ. ജോൺ ഡാൾട്ടൺ തിയറി അടിച്ചു മാറ്റി, തിയറിക്ക് ഒരു പുതിയ പേര് കൊടുത്തു. എന്തായിരുന്നു തിയറിന്റെ പേര്? മുകളിലേക്ക് നോക്കണേ. നോക്കൂ, ഒന്നുകിൽ ഒരു 3-4 വിളിപ്പേരുണ്ട്. ഒന്നാമത്തെ വിളിപ്പേരെന്താ? ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. മുകളിലേക്ക് നോക്കിക്കോണേ. ഒന്നാമത്തെ വിളിപ്പേരെന്താണ്? ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. ഇതാണ് നിങ്ങൾ ശരിക്കും 8ാം ക്ലാസ്സിൽ പഠിച്ചു വെക്കുന്ന പേര്. ശരിയല്ലേ? ഒന്നാമത്തെ വിളിപ്പേരെന്താ? ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. രണ്ടാമത്തെ വിളിപ്പേരെന്താണ്? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. കിട്ടിയോ? എന്താ വിളിപ്പേര്? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. കിട്ടിയോ? മൂന്നാമത്തെ വിളിപ്പേരെന്താ? മോഡേൺ അറ്റോമിക് തിയറി. എല്ലാ പേരും കിട്ടിക്കോണേ. മോഡേൺ അറ്റോമിക് തിയറി. റഫായിട്ട് നോട്ട് ചെയ്യണേ. മോഡേൺ അറ്റോമിക് തിയറി നോക്കണേ. ശരിക്കും കണാദ മഹർഷി പണ്ട് കാലഘട്ടത്തിൽ തയ്യാറാക്കി വെച്ചിരുന്ന പരമാണു കൺസെപ്റ്റ് എന്ന ആശയം ആരടിച്ചു മാറ്റി? ജോൺ ഡാൾട്ടൺ അടിച്ചു മാറ്റി. മാത്രമല്ല കൺസെപ്റ്റും അടിച്ചു മാറ്റി. അദ്ദേഹത്തിന്റെ അതേ പേരും കൊടുത്തു. ഒന്നാമത്തെ പേര് എല്ലാവർക്കും അറിയാം, 8ാം ക്ലാസ്, ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേര് അത്ര പരിചയമില്ല. എന്നാ ഇപ്പൊ പരിചയപ്പെടാം.
രണ്ടാമത്തെ പേരെന്താ? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ അല്ലേ? ഇറ്റ്സ് അനദർ നെയിം ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. മൂന്നാമത്തെ പേരെന്താ? മോഡേൺ അറ്റോമിക് തിയറി. ഇറ്റ് ഇസ് അനദർ നെയിം ഓഫ് ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ അല്ലേ? ഇനി അവിടെ വീണ്ടും കഥയുണ്ട്. ശരിക്കും നമ്മുടെ കണാദ മഹർഷിന്റെ പരമാണു സിദ്ധാന്തം അടിച്ചു മാറ്റി പേര് മാറ്റി സ്വന്തം പേരിലാക്കി ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ എന്നും ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം എന്നും മോഡേൺ അറ്റോമിക് തിയറി എന്നും കൊടുത്തു. ഇതാണ് കഥ ശരിക്കും. ഇനി ഇവിടെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മനസ്സിലായി, ആറ്റത്തിന്റെ പഴയ പേരെന്താ? പരമാണു എന്നായിരുന്നു അല്ലേ? ഓൾഡസ്റ്റ് നെയിം ഓഫ് ആറ്റം, ആറ്റത്തിന്റെ പഴയ പേരെന്താ? പരമാണു. ഈ പരമാണു എന്ന് പറയുന്ന പേര് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇന്നൊരു പുതിയ പേര് കിട്ടി. പുതിയ പേരെന്താ? ആറ്റം. നമ്മൾ പറഞ്ഞില്ലേ അറ്റോമി എന്ന വാക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ആറ്റം. അപ്പൊ ഈ ആറ്റത്തിന് ആറ്റം എന്ന പേര് കൊടുത്ത ആരാണ്? ഈ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് തിയറി അടിച്ചു മാറ്റി, അതുപോലെ തന്നെ അദ്ദേഹം കൺസെപ്റ്റ് അടിച്ചു മാറ്റി, അദ്ദേഹം കൺസെപ്റ്റിന് പുതിയ പേര് കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ കൂടെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ പേര് ചാറ്റ് ബോക്സിൽ വരുന്നുണ്ടോ? ഇല്ല. മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ, എല്ലാരും മ്യൂട്ട് ചെയ്ത് കാണുന്നതാണ് വിശ്വാസം. ഞാൻ ഒന്നുകൂടെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ടേ. ശരി, തിരിച്ചു വന്നേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ്. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനും പറ്റില്ല. ഇത് വൺ വേ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ശരി. അപ്പൊ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. തിരിച്ചു വന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കണാദ മുനിയുടെ തിയറി അടിച്ചു മാറ്റി മുന്നോട്ട് പോയപ്പോൾ ജോൺ ഡാൾട്ടനെ സഹായിക്കാൻ മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. പേഴ്സണാലിറ്റിന്റെ ഷമീന സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. അപ്പൊ പേഴ്സണാലിറ്റിന്റെ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് ഓസ്റ്റുവാൾഡ്. കിട്ടിയായിരുന്നു. എന്താ വിളിപ്പേര്? ഓസ്റ്റുവാൾഡ്. എനിക്ക് നേരത്തെ ആരോ ഒരു ആൻസർ ടൈപ്പ് ചെയ്ത് വിട്ടായിരുന്നു ഓസ്റ്റുവാൾഡ് എന്നല്ലേ. നേരത്തെ ആരോ ടൈപ്പ് ചെയ്ത് വിട്ടിരുന്നു ഓസ്റ്റുവാൾഡ്. എന്ത് പറ്റി പാർവതി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സൗണ്ട് ക്ലിയർ ആയില്ലേ? ഇപ്പം സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ശരി, ഓക്കെ പാർവതി. നിഷി ഓക്കെ, റൈറ്റ്. തിരിച്ചു വന്നേ. അപ്പം ഓസ്റ്റുവാൾ ആരെന്ന് കിട്ടി? നിഷി. ഓസ്റ്റുവാൾ ആരാ? ആറ്റത്തിന് ആറ്റം എന്ന പേര് കൊടുത്തു. ആറ്റത്തിന്റെ പഴയ പേരെന്തായിരുന്നു? പരമാണു എന്നായിരുന്നു. പരമാണു എന്ന് പറയുന്ന പേര് മാറ്റി ഇന്ന് കാണുന്ന പുതിയ പേരെന്താണ്? ആറ്റത്തിന് ആറ്റം എന്ന പുതിയ പേര് കൊടുത്തു. ആരാണത്? ഓസ്റ്റുവാൾഡ്. നിങ്ങൾക്ക് ഈ ഓസ്റ്റുവാൾഡിനെ വേറെ എവിടെയെങ്കിലും പരിചയമുണ്ടോ? നമ്മൾ വരുന്ന വഴിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടും. ഇദ്ദേഹം ഹി വാസ് ദി ഫാദർ ഓഫ് ദി ഓസ്റ്റുവാൾഡ് പ്രോസസ്. ഇദ്ദേഹമാണെന്നേ ഓസ്റ്റുവാൾഡ് പ്രോസസ്സിന്റെ പിതാവ്. എന്താ ഓസ്റ്റുവാൾഡ് പ്രോസസ്? ഇറ്റ് ഈസ് ദി നൈട്രിക് ആസിഡ് മേക്കിംഗ് പ്രോസസ്. എന്താ അത്? ഇറ്റ് ഈസ് ദി HNO3. നൈട്രിക് ആസിഡ് ഇക്വേഷൻ പരിചയപ്പെട്ടെ. HNO3 നൈട്രിക് ആസിഡ് ഇക്വേഷൻ എന്താണ്? HNO3 ആണ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3 നിർമ്മാണ പ്രക്രിയ. പരിചയപ്പെട്ടോ? അപ്പോൾ നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3 നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയന്റെ പേരെന്താണ്? ഓസ്റ്റുവാൾഡ്. പരിചയപ്പെട്ടായിരുന്നോ നിങ്ങള്? അപ്പം ഓസ്റ്റുവാൾ ആരാന്ന് കിട്ടിയായിരുന്നോ? അതെ, എവിടെ നിന്നൊക്കെ ആൻസർ വരുന്നുണ്ട്. അപ്പൊ ഇനി നോക്കൂ, ഓസ്റ്റുവാൾ പ്രോസസ് എന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡുകളെ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയന്റെ പേരാണെന്ന് ഓസ്റ്റുവാൾ. ക്ലിയർ അല്ലേ? അത്രയും ഓക്കെയാണ്. നൈട്രിക് ആസിഡ് ഇക്വേഷൻ എന്താണ്? HNO3. അത്രയും ഓക്കെയാണ്. അപ്പോഴ് ജോൺ ഡാൾട്ടന്റെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് കണാദ മഹർഷി പണ്ട് കൊടുത്തിരുന്ന പരമാണു എന്ന് പറയുന്ന പേര് മാറ്റി ഇന്ന് കാണുന്ന പുതിയ പേരെന്താ? ആറ്റം എന്ന് കൊടുക്കാൻ സഹായിച്ചു. അപ്പൊ അറ്റോമിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് അൺകട്ടബിൾ, ഇറ്റ് ഈസ് നോൺ ഡിവിസിബിൾ, ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ എന്നും പറയാം കേട്ടോ. ഇൻഡിവിസിബിൾ എന്നും പറയാം. അതായത് നമ്മുടെ കണാദ മഹർഷി പറഞ്ഞൊരു പോയിന്റ് തെറ്റായിരുന്നു. കണാദ മഹർഷി പറഞ്ഞു വെച്ചു, പരമാണു എന്ന് പറയുന്ന പദാർത്ഥത്തെ നിങ്ങൾ മുറിക്കാൻ ശ്രമിക്കേണ്ട, ഇറ്റ് വിൽ നോട്ട് പോസിബിൾ എന്നൊരു തെറ്റു പറഞ്ഞു വെച്ചു. അന്ന് 400 BC to 700 BC കണാദ മഹർഷി ഉള്ള അറിവിൽ പറഞ്ഞു വെച്ചൊരു തിയറിയാണിത്. അപ്പൊ അന്ന് അദ്ദേഹം ഒരു തെറ്റ് പറയേണ്ടി വന്നു. എന്തായിരുന്നു തെറ്റെന്ന് പിൽക്കാലത്താണ് തെളിയിക്കപ്പെട്ടത്. 400 BC പറഞ്ഞു വെച്ച കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ഏകദേശം 1900 ഒരു അത്രയും വർഷങ്ങൾ എടുത്തു. 900 വർഷങ്ങൾ എടുത്തു ഏകദേശം. ശരിയല്ലേ? അപ്പം 400 BC പറഞ്ഞു വെച്ചൊരു കാര്യം അന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞു പരമാണു എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ആരും മുറിക്കാൻ, പരമാണു മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ കേട്ടോ, സംസ്കൃത വാക്കാണ്. പരമാണു എന്ന് പറയുന്ന പദാർത്ഥത്തെ ആരും മുറിക്കാൻ പോകണ്ട, ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ തെറ്റ്, ഇപ്പൊ പരമാണു ഈസ് ഇൻഡിവിസിബിൾ, ഈ തെറ്റ് ഇതുപോലെ ആരാവർത്തിച്ചു? നമുക്കറിയാലോ, തിയറീസ് ഒക്കെ അടിച്ചു മാറ്റുമ്പോൾ പലപ്പോഴും തെറ്റുകൾ അതുപോലെ ആവർത്തിക്കപ്പെടാം. അപ്പൊ കണാദ മഹർഷി അന്ന് പറഞ്ഞു വെച്ച അതേ തെറ്റ് ജോൺ ഡാൾട്ടൺ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചു ആറ്റം ഈസ് ഇൻഡിവിസിബിൾ.
ആറ്റം വാസ് ഇൻഡിവിസിബിൾ. ആറ്റത്തെ ഒരിക്കലും മുറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചു. ശരിയല്ലേ? ഓക്കെ അല്ലേ? അത് തന്നെ ശ്രീരാജ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തോ, തെറ്റ് അതുപോലെ അടിച്ചു മാറ്റി. പക്ഷെ പിൽക്കാലത്ത് 1911 ആകുമ്പോഴേക്കും ഒരു എക്സ്പെരിമെന്റ് പഠിക്കും റുദർഫോർഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ 911 890 അല്ല 898 911 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കും തെറ്റാണ് ആ പോയിന്റ്. ആറ്റം വാസ് ഇൻഡിവിസിബിൾ. ആറ്റം വാസ് ഇൻഡിവിസിബിൾ അല്ല, ആറ്റം വാസ് ഡിവിസിബിൾ. ആറ്റത്തെ മുറിക്കാൻ കഴിയും. നമുക്കറിയാലോ, നമ്മൾ പിൽക്കാലത്ത് പഠിച്ചിരുന്നു, ഒരാറ്റം എടുത്താൽ നടുക്കാറുണ്ട് ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ. അതെ, അകത്ത് ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? P+N, V ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. എന്നിങ്ങനെ പിൽക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് പിൽക്കാലത്ത് റുദർഫോർഡിനെ പോലെയുള്ള, നീൽസ് ബോറിനെ പോലെയുള്ള സയന്റിസ്റ്റുമാർ പറയുന്നത് മുറിക്കാൻ പറ്റും, ഡിവിസിബിൾ ആണ്, അതിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ നമ്മൾ പോണ വഴി പഠിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്ന കാര്യം എന്താ, നമ്മുടെ റുദർഫോർഡ്, നമ്മുടെ കണാദ മഹർഷി പറഞ്ഞു വെച്ചൊരു തെറ്റുണ്ട്. ഈ തെറ്റ് ആരാവർത്തിച്ചു? നമ്മുടെ ഡാൾട്ടൺ ആവർത്തിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ അവിടുന്ന് തന്നെ മനസ്സിലായി കോപ്പിയാണെന്ന് മനസ്സിലായി. അപ്പൊ അതാണ് നമ്മുടെ ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത്. പക്ഷെ ഈ കഥ ഇന്ത്യയിലെ സയന്റിസ്റ്റുമാർ ആരോടാണ് പറയുന്നത്? ഈ കഥ ഇന്ത്യയിലെ സയന്റിസ്റ്റുമാർ ആരോടാണ് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? IUPAC എന്ന ഓർഗനൈസേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? IUPAC കേട്ട് കാണും. 8ാം ക്ലാസ്സിൽ ഒരു പോയിന്റ് റിക്കളക്ട് ചെയ്താൽ മതി. ഓർക്കണ്ട, ക്യാപിറ്റൽ IUPAC. എക്സ്പാൻഡ് ചെയ്യൂ. I എന്താ? ഇന്റർനാഷണൽ. U എന്താ? യൂണിയൻ ഓഫ്. P എന്താ? പ്യുവർ. ആൻഡ് A എന്താ? അപ്ലൈഡ്. C എന്താ? കെമിസ്ട്രി. ചെയ്തായിരുന്നോ? എക്സ്പാൻഡ് ചെയ്തായിരുന്നോ? നോക്കിയേ. I എന്താ? കൂടെ പഠിച്ചേക്കണേ. I എന്താ? ഇന്റർനാഷണൽ. U എന്താ? യൂണിയൻ ഓഫ്. P എന്താ? പ്യുവർ. A എന്താ? അപ്ലൈഡ്. C എന്താ? കെമിസ്ട്രി. ആരാ ഇവരാരാ ഇത്? IUPACക്ക് ഒരു ഒറ്റ എക്സ്പ്ലനേഷൻ പറഞ്ഞേ. ഹൂ വാസ് IUPAC എന്ന് ഒറ്റ. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ്. അപ്ലൈഡ് സയൻസ് അല്ല എന്നത്തെ, അപ്ലൈഡ് കെമിസ്ട്രി ആണ്. ഭാവി ഓക്കെ. എസ് ആണ് IUPAC. അവസാനം C ആണ് കേട്ടോ, എസ് അല്ല. എന്നത്തെ ഓക്കെ അല്ലേ? റൈറ്റ്. ഇവരെ രൂപീകരിച്ച വർഷം എപ്പോഴാ? 1919 കേട്ടോ IUPACനെ രൂപീകരിക്കുന്നത്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ച് ആണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ച് ആണ് ശരിക്കും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ, ചോദ്യം അതല്ല. ഹൂ വാസ് IUPAC? ആരാണ് IUPAC? IUPAC ആരാണ്? മൂലകങ്ങൾക്ക് പേര് കൊടുക്കൽ മാത്രമല്ല, ഇവർക്ക് മറ്റൊരു കടമയുണ്ട്. IUPAC വാസ് ദി എപെക്സ് അതോറിറ്റി ഇൻ കെമിസ്ട്രി. ഇറ്റ് വാസ് ദി എപെക്സ് അതോറിറ്റി ഇൻ കെമിസ്ട്രി. മനസ്സിലാക്കണേ, കെമിസ്ട്രി എന്ന വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഉന്നത അധികാര സമിതി എന്ന് പറയേണ്ടി വരും. അപ്പൊ ഞാനോ നിങ്ങളോ കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഒരു മൂലകത്തെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് കണ്ടുപിടിച്ചു. ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ മൂലകം, അപ്പൊ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ മൂലകം ശരിക്കും അത് കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഉപയോഗിക്കാൻ പെർമിഷൻ. ഞാനോ നിങ്ങളോ കെമിസ്ട്രി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൂലകമോ ഒരു കൺസെപ്റ്റോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഉപയോഗിക്കാനുള്ള പെർമിഷൻ അത് തരേണ്ടത് IUPAC ആണ്. ഇത് ലോകത്തിലുള്ള കംപ്ലീറ്റ് സയന്റിസ്റ്റുമാരുടെയും കൂടെ അസോസിയേഷൻ ആണ്. അപ്പൊ ഇറ്റ് വാസ് ദി എപെക്സ് അതോറിറ്റി ഇൻ കെമിസ്ട്രി. ഇറ്റ് വാസ് ദി അസോസിയേഷൻ ഓഫ് വേൾഡ് വൈഡ് കെമിസ്റ്റ് ആൻഡ് ഫിസിസ്റ്റ്. കെമിസ്റ്റുമാരും ഫിസിസ്റ്റുമാരും ഉണ്ട്. കാരണം കുറെ സയന്റിസ്റ്റുമാർക്ക് ഫിസിക്സും കെമിസ്ട്രിയും തമ്മിൽ ഒരേപോലെ കുറെ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഓക്കെയല്ലേ? അപ്പൊ ലോകത്തിലുള്ള കുറെ ഫിസിസ്റ്റുമാരുടെയും കെമിസ്ട്രിമാരുടെയും അസോസിയേഷനാണ് IUPAC എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദി എപെക്സ് അതോറിറ്റി ഇൻ കെമിസ്ട്രി. ഇറ്റ് വാസ് ഡിസൈഡ് ദി കെമിസ്ട്രി കൺസെപ്റ്റ് ആൻഡ് തിയറി. ഇറ്റ് ഗീവ് ദി പെർമിഷൻ. അവരാണ് ശരിക്കും പെർമിഷൻ തരേണ്ടത്. അപ്പൊ IUPAC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതേവരെ നമ്മുടെ കണാദ മുനിയെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ കണാദ മഹർഷി അല്ലെങ്കിൽ കണാദ മുനിയെ IUPAC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതേവരെ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും ഫാദർ ഓഫ് ആറ്റം ചോദിക്കുമ്പോൾ ആരുടെ പേര് കാണാൻ കഴിയാത്തത്? കണാദ മഹർഷിനെ കാണാൻ കഴിയാത്തത്. നമുക്കറിയാലോ, ഇന്ന് നമ്മൾ ഒഫീഷ്യൽ NCERT ടെക്സ്റ്റ് ബുക്കിനെ എടുക്കുന്ന സമയത്ത് ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആരെ കാണാൻ കഴിയുന്നില്ല? ഫാദർ ഓഫ് ആറ്റം ചോദിക്കുമ്പോൾ ആരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്? ജോൺ ഡാൾട്ടൺ. ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ or modern atomic theory or Billiard ball model of atom ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IUPAC എന്ന് പറയുന്ന കെമിസ്ട്രി ഓർഗനൈസേഷൻ ആരെ അംഗീകരിച്ചിട്ടില്ല? കണാദ മുനിയെയോ അദ്ദേഹത്തിന്റെ തിയറിനെയോ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് NCERT SCERT ടെക്സ്റ്റ് ബുക്കിൽ ആരുടെ പേര് മാത്രം കാണാൻ കഴിയുന്നത്? ജോൺ ഡാൾട്ടന്റെ പേര് മാത്രം കാണാൻ കഴിയുന്നു.
അത്രയും ഓക്കെ ആണോ? ചാറ്റ് ബോക്സിൽ നോക്കിയിട്ട് രസമോ ഇട്ടേക്കണേ. അത്രയും ഓക്കെ ആണോ? ചാറ്റ് ബോക്സിൽ നോക്കിയിട്ട് രസമോ ഇട്ടേക്കണം. ക്ലിയർ അല്ലേ? കുഴപ്പമില്ല. ശരി, ഓക്കെ അല്ലേ? ക്ലിയർ ക്ലിയർ, അവിടെ നിൽക്കട്ടെ. അതുപോലെ പേര് കൊടുക്കലുണ്ട്. ആരോ കുറെ കമന്റ് ബോക്സിൽ നോമൻ ക്ലേച്ചർ എന്നുണ്ട്. ശരിയാണ്, പേര് കൊടുക്കലുമുണ്ട്. പേര് കൊടുക്കൽ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനോ നിങ്ങളൊരു മൂലകത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ നിലവിൽ ആ മൂലകത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ മൂലകത്തിന് പണ്ടൊക്കെ സയന്റിസ്റ്റുമാർ തന്നെ പേര് കൊടുക്കലായിരുന്നു. പിന്നെ ഈ സയന്റിസ്റ്റുമാർ പേര് കൊടുക്കുമ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ സയന്റിസ്റ്റുമാർ പേര് കൊടുക്കുന്ന രീതികൾ നിർത്തി. ഇപ്പോൾ സയന്റിസ്റ്റുമാരല്ല പേര് കൊടുക്കുന്നത്. ഒരു മൂലകത്തെ ഞാനോ നിങ്ങളോ കണ്ടുപിടിച്ചാൽ IUPAC സബ്മിറ്റ് ചെയ്യാം. അതിന്റെ പേരും IUPAC കണ്ടുപിടിച്ചു. അത് ആദ്യം ആ മൂലകത്തെ പരിശോധിക്കും. മറ്റേതെങ്കിലും മൂലകത്തിന്റെ കോപ്പിയാണോ അടിച്ചു മാറ്റലാണോ എന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് IUPAC എന്ത് ചെയ്യും? കൃത്യമായിട്ട് അതിന് പേര് കൊടുക്കും. അതിന്റെ പേര് കൊടുക്കുന്ന രീതിയും പേര് കൊടുക്കലും നമ്മൾ മുന്നോട്ട് കാണും കേട്ടോ. എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നമുക്ക് പഠിക്കാനുണ്ട്, മുന്നോട്ട് പറഞ്ഞുതരാം. അപ്പൊ അത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി മുന്നോട്ട് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തിയറി ഇല്ലായിരുന്നോ? ദാണ്ടി ഡാൽട്ടൺസ് അറ്റോമിക് മോഡൽ, ഒരു ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം, ഒരു മോഡേൺ അറ്റോമിക് തിയറി. അത് കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? ബോർഡിലുണ്ട് 1808, 1808 കിട്ടിയായിരുന്നോ? 1808 IUPAC 1808 ജോൺ ഡാൾട്ടൺ IUPAC ആദ്യമായിട്ട് അംഗീകരിച്ച ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ, അല്ലെങ്കിൽ ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ മോഡേൺ അറ്റോമിക് തിയറി കണ്ടുപിടിച്ചത്. വർഷം കിട്ടിയായിരുന്നു 1808 വരെ. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? 8ാം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എല്ലാം ഓക്കെ ആണേ? വീണ്ടും മുന്നോട്ട് പോയിക്കോട്ടെ. ക്ലിയർ അല്ലേ? റൈറ്റ് റൈറ്റ്, അത്രയും വായിക്കട്ടെ. ബോർഡ് ഓക്കെ ആണോ? ചാറ്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്തേ. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇവിടെ മറ്റൊരു പോയിന്റ് പറയുന്നുണ്ട്. നമുക്ക് ഒരുപക്ഷെ അറിയാവുന്ന പോയിന്റ് ആയിരിക്കാം. നമ്മളെ ഈ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 കൺസെപ്റ്റ് ആണ് പറയേണ്ടത്. ഒന്നാമത്തെ കൺസെപ്റ്റ് നമ്മൾ കണ്ടു. ഇദ്ദേഹമാണ് ശരിക്കും 1808 എന്ത് കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത് അല്ലേ? 1808 ആറ്റം എന്നൊരു കൺസെപ്റ്റ് കണ്ടുപിടിച്ച ആരാ? ജോൺ ഡാൾട്ടൺ എന്നൊരു സയന്റിസ്റ്റ് ആണ്. 1808 ആറ്റം കണ്ടുപിടിക്കുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഹി വാസ് ദി ഫാദർ ഓഫ് ദി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? +1 NCERT പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിലവിൽ നമുക്ക് അതിന്റെ പേര് അത്യാവശ്യമായിട്ട് വേണം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതിന്റെ വർഷം കൂടെ കൊടുക്കുകയാണെങ്കിൽ 1803. മാച്ച് ദി ഫോളോയിങ് എന്ന ചോദ്യം ഉണ്ടാകും. 4 ഓപ്ഷൻ കൊടുത്തിട്ട് ഫൈൻഡ് ദി റോങ് പെയർ ഓർ ഫൈൻഡ് ദി ട്രൂ പെയർ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാകും. അപ്പൊ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ജോൺ ഡാൾട്ടന്റെ മറ്റൊരു ആശയം +1 NCERT ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ഇറ്റ് ഈസ് 1803. എഴുതി മാറ്റി. ഇറ്റ് ഈസ് 1803. കിട്ടിയായിരുന്നോ? ജോൺ ഡാൾട്ടനെ പറ്റി 3 പോയിന്റ് പരിഗണിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഹി വാസ് ദി ഫാദർ ഓഫ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ 1803. രണ്ടാമത്തെ പോയിന്റ്, ഹി വാസ് ദി ഫാദർ ഓഫ് ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം ഓർ ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ ഓർ മോഡേൺ അറ്റോമിക് തിയറി 1808. മൂന്നാമത്തെ പോയിന്റ്, ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ദി ഡിസീസ്. ഏത് അസുഖത്തിന്റെ പിതാവാ? ഇദ്ദേഹം കണ്ടുപിടിച്ച അസുഖത്തിന്റെ പേരെന്താ? പറഞ്ഞോ? കളർ ബ്ലൈൻഡ്നെസ്. ഹി വാസ് ദി ഫാദർ ഓഫ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാല് വർണ്ണാന്ധത എന്ന് പച്ച മലയാളത്തിൽ. അന്ന് വെച്ചാല് വർണ്ണങ്ങളിൽ അന്ധത. വർണ്ണങ്ങൾ പ്രോപ്പറായി പച്ചയും നീല അല്ലെങ്കിൽ ചുമപ്പും മഞ്ഞയെന്നും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ ഡാൾട്ടണിസം എന്ന അസുഖത്തിന്റെ പിതാവായി വിളിക്കുന്നു. അങ്ങനെ വിളിക്കാനുള്ള കാരണം അദ്ദേഹം കണ്ടുപിടിച്ചതൊന്നും അല്ല, ശരിക്കും അദ്ദേഹത്തിന്റെ കണ്ണിലാണ്. ഇദ്ദേഹം ശരിക്കും കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ. ഇത് ലോകത്തിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ കണ്ണിലാണ് അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ കണ്ണിലാണ് ശരിക്കും അങ്ങനൊരു അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വർണ്ണാന്ധ അല്ലെങ്കിൽ ഡാൾട്ടണിസം എന്ന അസുഖത്തിന്റെ ഫൗണ്ടർ എന്ന് വിളിക്കാൻ കാരണം. കിട്ടിയായിരുന്നോ? എല്ലാം 8ാം ക്ലാസ് ആണ്. 9ലോ 10ലോ 11ലോ കയറിയിട്ടില്ല, കയറാൻ പോകുന്നതേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ ഇത്രയും പോയിന്റ് ഓക്കെയാണോടെ? ഇതിൽ 11ാം ക്ലാസ്സിൽ ഒറ്റ പോയിന്റ് ലോ ഓഫ് മൾട്ടി. ഇത് 11ാം ക്ലാസ്സാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർ ചെയ്തിരിക്കുന്ന പോയിന്റ് 11ാം ക്ലാസ് ആണ്. ബാക്കിയെല്ലാം 8ാം ക്ലാസ്സാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ 12ാം ക്ലാസ് ആണ്, 1803. അതൊരു ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം എന്നൊരു പേരും 12ാം ക്ലാസ്സാണ്. അത് 2 12ാം ക്ലാസ്സോ, ബാക്കി എല്ലാം 8ാം ക്ലാസ്സാണ്. കിട്ടിയായിരുന്നോടെ? ഫാദർ ഓഫ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ
John Dalton introduced in 1803. Father of atom. John Dalton introduced in 1808 by the theory is called modern atomic theory or billiard ball model of atom. Father of the Daltonism. John Dalton മുന്നോട്ട് പോയിക്കോട്ടെ. പോയിന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? റൈറ്റ് മുന്നോട്ട് പോയിക്കോട്ടെ. പോയിന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജിത ബോർഡിൽ വരയ്ക്കല്ലേ, സ്ക്രീനിൽ തൊടല്ലേ. ഓക്കെ അല്ലേ? ശരി, അടുത്ത പോയിന്റ് പറയട്ടെ ഞാൻ. മുന്നോട്ട് പോയിക്കോട്ടെ. ശരി, ഇനി കുറച്ചുകൂടെ ടഫ് ആവുന്നുണ്ടേ, ഒന്ന് നോക്കിയിരിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിൽക്കാലത്ത് പല എക്സ്പെരിമെന്റ് വഴി തെളിയിക്കപ്പെടുന്നു ആറ്റം ആസ് ഡിവിസിബിൾ. ആറ്റത്തെ മുറിക്കാൻ കഴിയുമെന്ന് പല എക്സ്പെരിമെന്റ് വഴി തെളിയിക്കപ്പെടുന്നു. ഏതൊക്കെയാണ് എക്സ്പെരിമെന്റ് നമുക്ക് വിശാലമായി പഠിക്കാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ പറയാം, പിൽക്കാലത്ത് തെളിയിക്കപ്പെടുന്നു ആറ്റം ആസ് ഇൻഡിവിസിബിൾ. ആറ്റം എടുത്താൽ ഷേപ്പ് എന്താണ്? ഒരു കോഴിമുട്ടേന്റെ ഷേപ്പാണ്. നടുക്കാരുണ്ട്, ന്യൂക്ലിയസ് എന്ന് പറയുന്നുണ്ട്. ന്യൂക്ലിയസിനകത്താറുണ്ട്. P+N ആണ്. P ചെറിയ അക്ഷരമാണ്. P എന്ന് വെച്ചാൽ ആരെ കാണിക്കുന്നു? ഇറ്റ് ഈസ് പ്രോട്ടോൺ. N ചെറിയ അക്ഷരമാണ്. N ഈസ് ഈക്വൽ ടു ആരാണ്? ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നു? ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഒന്നുകൂടെ. ഒരാറ്റം എടുത്ത നടുക്കാര ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താരൊക്കെയുണ്ട്? P+N. P ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. N ചെറിയ അക്ഷരമാണ്. ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ? കഴിയും. ഇവിടുന്ന് ഒരു ബേസ് ആയി 3-4 ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. നോക്കൂ, these three particles are called subatomic particles. ടെക്സ്റ്റ് ബുക്കിൽ ഒരു വാക്കാണ് സബ് പാർട്ടിക്കിൾസ് എന്ന ആറ്റം. നിലവിൽ ആറ്റത്തിലെ സബ് പാർട്ടിക്കിൾസ് എന്ന് അറിയപ്പെടുന്ന 3 പേരാണ്. ഒന്നാരാ? ഇലക്ട്രോൺ. രണ്ടാരാ? പ്രോട്ടോൺ. മൂന്നാരാ? ന്യൂട്രോൺ. പഠിച്ചേർന്നോടെ. പറയാം, ബേസിക് കമ്പോണൻസ് ഓഫ് ആറ്റം. ഒരാറ്റത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ ആരൊക്കെ? ഫിഗർ കാണുമ്പോൾ മനസ്സിലാകും. ഒന്നാരാ? ഇലക്ട്രോൺ. രണ്ടാരാ? പ്രോട്ടോൺ. മൂന്നാരാ? ന്യൂട്രോൺ. സിമ്പിൾ. പൊക്കോട്ടെ. അടുത്തയാരാ? കമ്പോണൻസ് ഓഫ് ന്യൂക്ലിയസ്. പെട്ടെന്ന് മനസ്സിലാകും. ഒന്നാരാ? പ്രോട്ടോൺ. രണ്ടാരാ? ഫിഗർ കാണുമ്പോൾ കിട്ടും. ന്യൂട്രോൺ. കഴിഞ്ഞില്ലേ? ഫിഗർ കാണുമ്പോൾ മനസ്സിലാവില്ലേ? റഫായിട്ട് ഫിഗർ വരച്ചാൽ മതി എന്നേ. നടുക്കാരാ? ന്യൂക്ലിയസ്. അകത്താരുണ്ട്? P+N. P ആരാ? പ്രോട്ടോൺ. N ചെറിയ അക്ഷരം. N ഈസ് ഈക്വൽ ടു ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നു? ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ? ഓക്കെ, അവിടുന്ന് മനസ്സിലായ കമ്പോണൻസ് ഓഫ് ആറ്റം പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. കുഴപ്പമില്ലേ? കമ്പോണൻസ് ഓഫ് ന്യൂക്ലിയസ് പ്രോട്ടോൺ, ന്യൂട്രോൺ. അത് കുഴപ്പമില്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്തത് കേൾക്കാത്ത ഒരു പോയിന്റ് ആയിരിക്കും. ലാർജസ്റ്റ് കമ്പോണന്റ് ഓഫ് ആറ്റം. സൈസ് വെച്ച് ഒരാറ്റത്തിൽ ഏറ്റവും വലിയ കമ്പോണന്റ് ആരാടെ? ന്യൂട്രോൺ. കാണാറങ്ങ് ബൈഹാർട്ട് ചെയ്തേക്കണം. അതിന് കാരണം മുന്നോട്ട് കാണും. അടുത്ത പോയിന്റ്, സ്മോളസ്റ്റ് കമ്പോണന്റ് ഓഫ് ആറ്റം. ഒരാറ്റത്തിലെ ഏറ്റവും ചെറിയ കമ്പോണന്റ് ആരാടെ? ഇലക്ട്രോൺ. പഠിക്കും. റൈറ്റ്. അടുത്ത പോയിന്റ്, ഐഡന്റിറ്റി കാർഡ് ഓർ ഫിംഗർ പ്രിന്റ് ഓഫ് ദി ആറ്റം. ഒരാറ്റത്തിലെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ID കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നു ആരാണ്? പ്രോട്ടോൺ. പഠിക്കുവോ? ബേസ് പോയിന്റ് ആണ്. ലാർജസ്റ്റ് കമ്പോണന്റ് ഓഫ് ആറ്റം. ഒരാറ്റത്തിൽ ഏറ്റവും വലിയ കമ്പോണന്റ് ആരാണ്? ന്യൂട്രോൺ. നെക്സ്റ്റ്, സ്മോളസ്റ്റ് കമ്പോണന്റ് ഓഫ് ആറ്റം. ഏറ്റവും ചെറിയ കമ്പോണന്റ് ആരാണ്? ഇലക്ട്രോൺ. നെക്സ്റ്റ്, ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി ആറ്റം ഓർ ID കാർഡ് ഓഫ് ദി ആറ്റം ഓർ ഫിംഗർ പ്രിന്റ് ഓഫ് ദി ആറ്റം എന്നറിയപ്പെടുന്നു ആരാണ്? പ്രോട്ടോൺ. പഠിക്കും. സിമ്പിൾ അല്ലേ? പൊക്കോട്ടെ. അടുത്ത നോക്ക്. അടുത്തും കിട്ടുമല്ലോ. റിവോൾവിംഗ് പാർട്ടിക്കിൾ. ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ആരാണ്? ഇലക്ട്രോൺ. 5 ചോദ്യങ്ങളെ കിട്ടുമോ? 5 പോയിന്റ് കിട്ടുമോ? 5 അല്ല 6 പോയിന്റ് ഉണ്ടല്ലേ. ഒന്ന് കണ്ണടച്ച് മനസ്സിലാലോചിച്ചേ. കമ്പോണൻസ് ഓഫ് ആറ്റം പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഓർ ദീസ് ആർ കോൾഡ് സബ് പാർട്ടിക്കിൾസ് എന്ന ആറ്റം. 1. 2, കമ്പോണൻസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ ഘടകങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ. ഫിഗർ കാണുമ്പോൾ മനസ്സിലാകും. അടുത്ത ലാർജസ്റ്റ് കമ്പോണന്റ് ഓഫ് ആറ്റം. ഏറ്റവും വലുതാരാണ്? ന്യൂട്രോൺ. അടുത്തത് സ്മോളസ്റ്റ് കമ്പോണന്റ് ഓഫ് ആറ്റം. ഏറ്റവും ചെറുതാരാണ്? ഇലക്ട്രോൺ. അടുത്ത ID കാർഡ് ഓഫ് ദി ആറ്റം അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഓഫ് ദി ആറ്റം. പ്രോട്ടോൺ. അടുത്ത എന്താണ്? റിവോൾവിംഗ് പാർട്ടിക്കിൾ ഓർ ചലിക്കുന്ന പാർട്ടിക്കിൾ. ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ആരാണ്? ഇലക്ട്രോൺ. 6 ക്വസ്റ്റ്യൻ ഓക്കെയാണ്. 6 ചോദ്യം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബേസ് പോയിന്റ് ആണ്. ഒറ്റ വാക്കിൽ പഠിച്ചെടുക്കാവുന്ന ഈസി പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? ബേസ് ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. വലിയ പ്രശ്നമില്ലല്ലോ. റൈറ്റ്. അവിടെ കുറച്ച് സ്പീഡിൽ അങ്ങ് പോയതാണ്. അടുത്ത പറയാം നമുക്ക്. ഒന്ന് നോക്കിക്കോണേ, കുറച്ച് ടഫ് ആവുന്നുണ്ടേ. നോക്കൂ, അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രോണിനെ പറ്റിയാണ്. ആദ്യ പോയിന്റ് വായിച്ചു നോക്ക്. ഇലക്ട്രോൺ, അതായത് സബ് പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറിയെ കുറിച്ച് വിശാലമായി പഠിക്കണം. അതിൽ ആദ്യ പോയിന്റ് മുകളിലേക്ക് നോക്കുക.
ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ആ എക്സ്പെരിമെന്റിന്റെ പേരെന്തായിരുന്നു? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഒന്ന് നോക്കിക്കോണേ. നോക്കൂ, ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാ? ബോർഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാ? കിട്ടി. ഫാദർ ഓഫ് ഇലക്ട്രോണിന്റെ പിതാവ് ആരാണ്? ജെ തോംസൺ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ കാരണക്കാരനായ പരീക്ഷണത്തിന്റെ പേരെന്താ? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. നമുക്ക് ആ എക്സ്പെരിമെന്റ് പഠിക്കണം. അതിന്റെ റിസൾട്ടുകൾ ഓരോന്നായിട്ട് പഠിക്കണം. ഇപ്പൊ പഠിക്കാം. വീണ്ടും അടുത്ത ബോർഡിലേക്ക് നോക്കിയേ. എങ്കിൽ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1897 +1. കുറച്ചുകൂടെ കട്ടിയാവുന്നു. ഇലക്ട്രോണിന്റെ പിതാവ് എല്ലാവർക്കും അറിയാം, ജെ തോംസൺ. എന്നാൽ എക്സ്പെരിമെന്റിന്റെ പേര് എല്ലാവർക്കും അറിയില്ല. ഇലക്ട്രോണിന്റെ എക്സ്പെരിമെന്റ് പേരെന്താ? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വാസ് ഹെൽപ്പിംഗ് ടു ജെ തോംസൺ ടു ഫൈൻഡ് ദി പൊസിഷൻ ഓഫ്, അല്ലെങ്കിൽ ടു ഫൈൻഡ് ദി ഇലക്ട്രോൺ. അത് മതി. ക്ലിയർലി ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? 1897. പഠിച്ചോ? ക്ലിയർ ആണ്? ഓക്കെ ആണ്? ആ 97 എന്ന വർഷം വിട്ടുപോലെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നിൽക്കട്ടെ, ക്വസ്റ്റ്യന് സമയമായിട്ടില്ല. റൈറ്റ്. ഓക്കെ ആണ്? അപ്പൊ വന്നേ, ഇനി നമുക്ക് പഠിക്കേണ്ടത് 12ാം ക്ലാസ്സിൽ ഒരു വിശാലം വരാണ്ട് ഇതുപോലൊരു ഫിഗർ ഒക്കെ ഉണ്ട്. ഫിഗർ അവിടെ 12ാം ക്ലാസ്സിൽ ഒരു ഫിഗർ കൊടുത്തതാണ് കേട്ടോ. ഇത് 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമുള്ള ഒരു ഫിഗർ ആണ്. കണ്ടോ? കണ്ടിട്ടുണ്ടോ? 12ാം ക്ലാസ്സിലെ NCERT പോയിന്റ് ആണ്. മെയിൻസ് ആയതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് ഒക്കെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ അതുകൂടെ നോക്കുക. 12ാം ക്ലാസ്സിലെ NCERT ഒരു പോയിന്റ് ആണ്. കണ്ടോ? ഒരു കാഥോഡ് റേ, ഒരു ആനോഡ് റേ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ഗ്ലാസ് ട്യൂബ് ആണല്ലോ. ഈ വരച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിനകത്തേക്ക് ഒരു സൈഡിൽ കാഥോഡ് റേ അല്ലെങ്കിൽ നെഗറ്റീവ് റേ, മറു സൈഡിൽ ആനോഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡ്, പോസിറ്റീവ് പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഈ പ്ലേറ്റിനെ ആരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടോ? ഹൈ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു വാക്വം പമ്പ് ഉണ്ട്. ഈ പമ്പ് വഴിയിലേക്ക് ആര് ഫില്ല് ചെയ്യും? ഗ്യാസ് ഫില്ല് ചെയ്യും. ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കും, വലുതായിട്ട് വേണ്ട. ഞാൻ ഈ പറഞ്ഞ സെറ്റപ്പിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിള്. ഒരു സൈഡില് നെഗറ്റീവ് കാഥോഡ് പ്ലേറ്റ്. നെഗറ്റീവ് പ്ലേറ്റിന്റെ പേരെന്താ? കാഥോഡ് പ്ലേറ്റ്. അവിടെ സൈൻ ഉണ്ട്, കാഥോഡ് പ്ലേറ്റ്. മറു സൈഡിൽ പോസിറ്റീവ് പ്ലേറ്റ്. നെഗറ്റീവ് പ്ലേറ്റും പോസിറ്റീവ് പ്ലേറ്റും തന്നെ ഒരു ബാറ്ററി തമ്മിൽ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സോഴ്സുമായി കണക്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഇതൊരു ഗ്ലാസ് ട്യൂബിനകത്താണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ട്യൂബിനകത്തേക്ക് എയറിനെ പുറത്തെടുക്കാൻ, അല്ലെങ്കിൽ പ്രത്യേകം ഗ്യാസുകളെ അകത്തേക്ക് കൊടുക്കാൻ, വ്യത്യസ്തമായ പല ഗ്യാസുകൾ കൊടുക്കാം. ഗ്യാസുകളെ അകത്തേക്ക് കൊടുക്കാനും പുറത്തേക്ക് എടുക്കാനും ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് ഉണ്ടെന്നും ഇത് ഗ്ലാസ് ട്യൂബ് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെയാണ്. ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണേ? അപ്പൊ ഒന്നുകൂടെ ആലോചിക്കാം. ഫാദർ ഓഫ് ഇലക്ട്രോൺ ആരാ? ജെ തോംസൺ. ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിന്റെ പേരെന്താ? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. കാഥോഡ് റേ എന്ന് പറയുമ്പോൾ അതിന്റെ ചാർജ് ഏതാ? നെഗറ്റീവ് ചാർജ് ആണെന്ന് കണ്ടു അല്ലേ? ക്ലിയർ ആണേ? വീണ്ടും ഇലക്ട്രോൺ ഡിസ്കവറിയില് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? 1897. ക്ലിയർ ആണേ? റൈറ്റ്. വീണ്ടും മുന്നോട്ട് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് മനസ്സിലായല്ലോ. ഏകദേശം ഐഡിയ കിട്ടിയാൽ മതി എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ. എക്സ്പെരിമെന്റ് ആണ്. ഈ ഒരു സെറ്റപ്പ് ഒന്നും ചോദിക്കൂല, ഞാൻ ചോദിക്കുന്ന പറഞ്ഞുതരാം. പക്ഷെ മനസ്സിലാക്കിയിരിക്കാം, ഒരു കാഥോഡ് റേ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പ്ലേറ്റ്, ആനോട് പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റും പോസിറ്റീവ് പ്ലേറ്റും ഒരു ഹൈ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സോഴ്സുമായി കണക്ട് ചെയ്യുന്നു, കറണ്ട് കടത്തിവിടുന്നു. ക്ലിയർ അല്ലേ? റൈറ്റ് ആണേ? ഓക്കെ, വീണ്ടും മുന്നോട്ട് നിൽക്കട്ടെ. വീണ്ടും മുന്നോട്ട് ഇതാണ് പഠിക്കേണ്ടത്. പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ് പഠിക്കുക. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോപ്പർട്ടീസ് പഠിച്ചേ പറ്റൂ. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പർട്ടീസ് വായിക്കട്ടെ. ഓരോ പ്രോപ്പർട്ടീസും പഠിക്കുക. നോക്കൂ, പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. നമ്മുടെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നമ്മുടെ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഒക്കെ എടുത്തു വെച്ചു. ഒരു ഗ്ലാസിന്റെ കൂടിനകത്തേക്ക് ഒരു സൈഡിൽ കാഥോഡും ഒരു സൈഡിൽ ആനോഡും ഇലക്ട്രിക് ചാർജുമായി കണക്ട് ചെയ്ത് ഒരു വെന്റ്, ഒരു ഓപ്പണിംഗ് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഗ്യാസിനെ അകത്തോട്ട് കയറ്റിയിട്ട് ആ ഒരു ഓപ്പണിംഗ് വഴി ഗ്യാസിനെ അകത്തോട്ട് കയറ്റിയിട്ട് അദ്ദേഹം ഇലക്ട്രിസിറ്റി അങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പൊ കാണുന്ന സംഭവങ്ങൾ നോക്കി. പ്രോപ്പർട്ടീസ്. ദി കാഥോഡ് റേസ് സ്റ്റാർട്ട് ഫ്രം ദി കാഥോഡ് ആൻഡ് മൂവ് ടുവേഴ്സ് ദി ആനോഡ്. ശരിയാണ്, കാഥോഡ് റേസ് എങ്ങോട്ട് പോകും? ആനോഡിലേക്ക് പോകുന്നുണ്ട്. നിൽക്കട്ടെ. രണ്ടാമത്തെ പോയിന്റ് വായിച്ചു നോക്കിയേ. ദേ ട്രാവൽ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ഇൻ എ വാക്വം ആൻഡ് കാസ്റ്റ് ഷാർപ്പ് ഷാഡോസ് ഓഫ് ദി ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്. കാഥോഡ് റേസ് പോകുന്ന വഴിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? അവർ ചില മൂവ്മെന്റുകൾ
അല്ലെങ്കിൽ ഈ റേസിന് ചുറ്റുമാണ്, ഇതിന് ചുറ്റും നമ്മൾ നേരത്തെ വരച്ച ഒരു ഇതില്ലേ, കാതോഡ് റേസ് ഇവിടുന്ന് വരുന്നു, ഇവിടുന്ന് ആനോഡ് റേസും വരുന്നു. ഈ കാതോഡ് റേസ് ഇവിടുന്ന് കടന്നു പോകുന്ന സമയത്ത് ഇത് എന്തുമാത്രം എത്രമാത്രം കാതോഡ് റേസ് കടന്നു പോകുന്നു നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയാൻ പറ്റുന്നത്? ഇതിന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കടന്നു പോകുന്ന കാതോഡ് റേസിന്റെ കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് എടുക്കാൻ കഴിയും. ട്രാവൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, വാക്വത്തിൽ സ്ട്രേറ്റ് ലൈനിൽ കൂടെ പോകും. ആൻഡ് കാസ്റ്റ് എ ഷാർപ്പ് ഷാഡോസ് ഓഫ് ദി ഒബ്ജക്ട് ഓൺ ദിയർ പാത്ത്. ക്ലിയർ? അടുത്ത വായിച്ചു നോക്കി. ദേ ആർ ഇൻവിസിബിൾ ബട്ട് ദെയർ ബിഹേവിയർ ക്യാൻ ബി ഒബ്സർവ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഫ്ലൂറസെന്റ് ഓർ ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽസ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാതോഡ് റേസിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്താ? കാതോഡിൽ നിന്ന് ആനോഡിൽ പോകുന്നു, മനസ്സിലായി. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്താ? നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ മൂവ്മെന്റ് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ ഒരു ഗ്ലാസിനെ ചുറ്റി അല്ലെങ്കിൽ ഗ്ലാസിനെ കവർ ചെയ്ത് ആരുണ്ട്? ചില പ്ലേറ്റുകൾ ഇരിപ്പുണ്ട്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഇരിപ്പുണ്ട്. ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടാണ് തോംസൺ ഇതിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയി? കഴിഞ്ഞില്ല, മൊത്തം പറഞ്ഞാൽ നമുക്ക് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വീണ്ടും മുകളിലേക്ക് നോക്കിയേ. നോക്കൂ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ആർ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. അതാണ് പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കുക. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് എന്ന് വെച്ചാൽ കാതോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. നിങ്ങൾക്ക് 4 പ്രസ്താവന കൊടുക്കും. എന്നിട്ട് കേരള പീസ് ചോദിക്കും, which of the following statement are true about J.J. Thomson's cathode ray discharge tube experiment? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? അതിലൊരു പ്രസ്താവന ഇതായിരിക്കും. സ്റ്റാൻഡേർഡ് പ്രസ്താവന ഇതാണ്, വായിച്ചു നോക്കിയേ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ആർ ട്രാവൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാഥോഡിന്റെ സൈഡ് നെഗറ്റീവ് ഇലക്ട്രോൺസ് 4 പുറത്തേക്ക് വരാം, കാഥോഡ് റേസുകൾ പുറത്തേക്ക് വരാം. എപ്പോഴാ? ചാർജ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ. ഈ പുറത്തേക്ക് വരുന്ന കാഥോഡ് റേസിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? നോക്കൂ. ദേ ആർ ഇൻ ദി, അതായത് അതിന്റെ മറുസൈഡ് അപ്പുറത്തും ഇപ്പുറത്തും ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ നമ്മൾ കൊടുക്കാത്ത പക്ഷം ദീസ് റേസ് ആർ ട്രാവൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് ശരിക്കും മനസ്സിലാക്കണേ. ഇതാണ് നമ്മുടെ കാഥോഡ് റേ, ഇതാണ് നമ്മുടെ ആനോഡ്. പോസിറ്റീവ് കൊടുക്കുക, കാഥോഡിന് നെഗറ്റീവ് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇത് കാഥോഡ് റേസ് ഇങ്ങനെ വരും. ഫോട്ടോഗ്രാഫി പ്ലേറ്റ് കാണാൻ പറ്റും, അപ്പുറത്ത് പതിയുന്നുണ്ട് ഈ വരുന്നതൊക്കെ. അപ്പൊ ഇത് വരുന്നത് കറക്റ്റ് സ്ട്രേറ്റ് ലൈനിൽ പോവും. എപ്പോഴാ? വിത്തൗട്ട് ദി ആബ്സെൻസ് ഓഫ് ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിന്റെ ഒരു സൈഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡും ഒരു സൈഡിലേക്ക് മാഗ്നറ്റിക് ഫീൽഡും വെച്ചാൽ ഇത് നേരെ പോകില്ല, ഒരു ഡീവിയേഷൻ കാണിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ആർ ട്രാവൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. പഠിച്ചു. അടുത്ത മുന്നോട്ട് വായിച്ചേ. ഇൻ ദി പ്രസൻസ് ഓഫ് ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദി കാഥോഡ് റേസ് ബിഹേവ് സിമിലർലി ടു നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ്. From this, it is clear that cathode rays are consist of negative charge particles are called electron. Clear? അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഈ കടന്നു പോകുന്ന കാഥോഡ് റേസിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നെഗറ്റീവ് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ചു കൊടുത്താൽ എങ്ങനെയാണോ ഒരു നെഗറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ് എന്ത് പ്രോപ്പർട്ടിയാണോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെക്കുമ്പോൾ കാണിക്കുന്നത്, അതേ പ്രോപ്പർട്ടി ആരും കാണിക്കും? കാഥോഡ് റേസ് കാണിക്കും. അതിന് അദ്ദേഹം മനസ്സിലാക്കി കാഥോഡ് റേസ് ആർ കൺസിസ്റ്റ് ഓഫ് എനി ഓർ ഏതോ ഒരു നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം കിട്ടി. അപ്പൊ ആദ്യ പോയിന്റുകൾ കിട്ടുന്നുണ്ട്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഒബ്സർവേഷൻ ഫൈൻഡ് ചെയ്യാൻ ചുറ്റും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എന്താ അതിന് ഏറ്റവും വലിയ ഒബ്സർവേഷൻ? അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റേസുകൾ നേരെ പോകും, ചെയ്യുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ആ ഡിഫ്ലക്ഷൻ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി എന്താണത്, ഇതിനകത്തൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ ആണേ? എക്സ്പെരിമെന്റ് 2 പോയിന്റ് കിട്ടിയേ. അടുത്ത പോയിന്റ് വീണ്ടും ബോർഡിലേക്ക് വായിച്ചു നോക്കണേ. ഇതാ നോക്ക്. ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്, അതായത് ഇലക്ട്രോൺ. ഇപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാഥോഡ് റേസ് ഇലക്ട്രോൺസ് എന്ന് പറയണം. കാഥോഡ് റേസ് ഇലക്ട്രോൺസ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ്സ് ആൻഡ് നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസന്റ് ഇൻ ദി കാഥോഡ് റേ ട്യൂബ്. സ്റ്റാർ ഇത് പഠിക്കുക. നമ്മുടെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നീറ്റിനകത്ത് പ്രസ്താവന ചോദ്യങ്ങൾ കൊടുക്കും. അവിടെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സ്ഥിരം ഐറ്റം ചോദ്യമാണിത്. ഒന്നുകൂടെ വായിച്ചേ, മനസ്സിലാവുമല്ലോ. നോക്ക്. The characteristics of cathode rays do not depend upon the material of electrode. നിക്കട്ടെ, ബോർഡിലേക്ക് നോക്ക്.
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആരുണ്ട്? രണ്ട് ഇരുമ്പ് ദണ്ഡം എന്ന് വേണേൽ സിമ്പിൾ ആയി പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ എന്ന് പറയാം. ഒന്നാമത്തെ ഇലക്ട്രോഡ് ഏതാ? കാഥോഡ് ഇലക്ട്രോഡ്, അതെന്തായിരുന്നു? നെഗറ്റീവ്. അടുത്ത ഏതാണ്? ആനോഡ് ഇലക്ട്രോഡ്, പോസിറ്റീവ് അല്ലേ? ഇനി ഇവിടെ പറയുന്ന കാര്യം എന്താ? ഈ കാഥോഡ് റേസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെഗറ്റീവ് ചാർജ് ഇല്ലേ? നെഗറ്റീവ് ചാർജ് ഇല്ലേ? ഈ നെഗറ്റീവ് ചാർജ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കൊടുത്താലും മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കൊടുത്താലും ഡിഫ്ലക്ട് ചെയ്യും. പക്ഷെ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, കാഥോഡ് റേസ് ഡു നോട്ട് ഡിഫ്ലക്ട്, ഇറ്റ് വിൽ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ? ഇനി അടുത്ത പോയിന്റ് പറയുന്നു, ഈ കാഥോഡ് റേസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോഡ് മേക്കിംഗ്. എടേ ഏത് മെറ്റീരിയൽ, ഇപ്പൊ ചിലപ്പോൾ ഇലക്ട്രോഡ് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, ചിലപ്പോൾ അത് സിൽവർ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, ചിലപ്പോൾ സ്വർണ്ണങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽ ആയിരിക്കാം. അതൊന്നും റേസിന് പ്രശ്നമല്ല. ഏത് മെറ്റീരിയൽ കൊണ്ടാണോ നിങ്ങൾ കാഥോഡ് റേ അല്ലെങ്കിൽ ആനോഡ് ഇലക്ട്രോഡ്, ഈ കാണുന്ന ദണ്ടുകൾ, ഈ ദണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കോപ്പർ കൊണ്ടോ സിൽവർ കൊണ്ടോ പ്ലാറ്റിനം കൊണ്ടോ അലൂമിനിയം കൊണ്ടോ എന്ത് തന്നെ ആവട്ടെ, ഇറ്റ് വിൽ നോട്ട് എ ഇഷ്യൂ ഓഫ് കാഥോഡ് റേസ്. അതൊന്നും കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യില്ല. അത് സെയിം ക്യാരക്ടറിന് കാണിക്കും. ഒരു നിലവിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ കാഥോഡ് റേസിനെ ചലിപ്പിക്കൂ. ആരാത്? അപ്പുറത്തോ ഇപ്പുറത്തോ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ കൊടുത്താൽ സംഭവം സീനാവും. ഡിഫ്ലക്റ്റിംഗ്, അല്ലാത്ത പക്ഷം നോ ഇഷ്യൂ. അടുത്ത വായിച്ചേ. ആൻഡ് ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസന്റ് ഇൻ ദി കാഥോഡ് റേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വെന്റ് ഇല്ലായിരുന്നു, അതാണ് ഇവിടെ ഇതൊരു ഗ്ലാസിന്റെ കൂടുതലായിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ വെന്റ് കണ്ടു. വെന്റ് മീൻസ് ഓപ്പണിങ്. എന്തിനു വേണ്ടിയാ? ഗ്യാസ് അകത്തേക്ക് എടുക്കുക, ഗ്യാസ് അകത്തോട്ട് കൊടുക്കാനും പുറത്തോട്ട് കൊടുക്കാനും ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ഏത് ഗ്യാസ് ഫിൽ ചെയ്യാൻ നോ ഇഷ്യൂ. നിങ്ങൾ ഹൈഡ്രജൻ, നൈട്രജൻ, എക്സാമ്പിൾ പറയാം, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഏത് ഗ്യാസ് വെച്ചു കൊടുത്താലും പ്രശ്നമില്ല. കണ്ടോ? ഏത്? ഇനി വായിച്ചേ. ദി ക്യാരക്ടറൈസസ് ഓഫ് കാഥോഡ് റേസ് ഓർ ഇലക്ട്രോൺസ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ്. ഒന്ന്. അടുത്ത ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസന്റ് ഇൻ ദി കാഥോഡ് റേ. ഏറ്റവും പ്രധാനപ്പെട്ട നീറ്റിന്റെ PQ ആണ്. പ്രസ്താവന കൊടുക്കും, ശരിയാണോ തെറ്റാണോ ചോദിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആണേ? വൺ വേഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട. ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ചേർത്തൊരു പ്രസ്താവനയാക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിൽക്കട്ടെ, കിട്ടിയായിരുന്നോ? അപ്പൊ പറഞ്ഞിരിക്കുന്നതിൽ 2 പോയിന്റ്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്തിനുള്ള എക്സ്പെരിമെന്റാ? ഇറ്റ് വാസ് അത് എന്ത് ചെയ്തു? അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് കാഥോഡ് റേ എന്തായിരുന്നു? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് റിസൾട്ട് എന്താ? ഡിസ്കവറി ഓഫ് ഇലക്ട്രോഡ്. പഠിച്ചോ? ഇത് ചെയ്തതാരാ? ജെ തോംസൺ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വർഷം ഏതാ? 1897. ഈ എക്സ്പെരിമെന്റിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് മനസ്സിരുന്നാൽ മതി. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? 2 റിസൾട്ടുകൾ ഓർത്തിരിക്കാം. ഒന്നാമത്തെ പോയിന്റ്, കാഥോഡ് റേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ നോട്ട് ഡിഫ്ലക്ട്. കഴിഞ്ഞു. അടുത്ത പോയിന്റ്, ദി ക്യാരക്ടർ ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് ദി ഗ്യാസ് ഫിൽഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി കാഥോഡ് റേസ് പ്രോപ്പർട്ടി. പഠിച്ചോ നിങ്ങൾ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത പോയിന്റ് വായിച്ചു നോക്കിയേ. 7ാമത്തെ പോയിന്റ് വായിച്ചു. 5ാമത്തെ പോയിന്റ്. 7ാമത്തെ പോയിന്റ് നോക്കൂ. These rays are possess kinetic energy and hence do not mechanical work. These rays are possess kinetic energy. These rays are rays in എന്തുണ്ട്? Kinetic energy ഉണ്ട്. ശരി. Hence can do mechanical. അവർക്ക് എന്ത് ചെയ്യാം? മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. കുഴപ്പമില്ല. വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് അല്ല. വിട്ടേക്കുക. അടുത്ത പോയിന്റ്, they can produce X-ray when incident on metals with high atomic mass. സ്റ്റാർ ചെയ്യാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് അതുപോലെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കാണ്. എല്ലാ പോയിന്റും നോക്കണ്ട. ഞാൻ ആ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് കൃത്യമായിട്ട് നോക്കുക. 8ാമത്തെ പോയിന്റ് പരിശോധിച്ചേ. ദേ ക്യാൻ പ്രൊഡ്യൂസ് എക്സ്റേ. ആര്? കാഥോഡ് റേസ് പ്രൊഡ്യൂസ് എക്സ്റേ എപ്പോഴാ? വെൻ ഇൻസിഡന്റ് ഓൺ ദി മെറ്റൽസ് വിത്ത് ഹൈ അറ്റോമിക് മാസ് കൂടിയ വസ്തുക്കൾ ചെന്ന് ഇടിക്കുമ്പോൾ ആരെ ഉണ്ടാക്കുന്നു? എക്സ്റേ ഉണ്ടാക്കുന്നു. ഫാദർ ഓഫ് എക്സ്റേ ആരാ? എക്സ്റേനെ കണ്ടുപിടിച്ച ആരാടേ? അങ്ങനെ ഇടിപ്പിച്ച് എക്സ്റേനെ ഉണ്ടാക്കിയെടുത്ത ആരാ? Who was the father of X-ray? Chat box answer. എക്സ്റേന്റെ പിതാവ് ആരാ? പറയൂ. എക്സ്റേന്റെ പിതാവിനെ പറയൂ. ചാറ്റ് ബോക്സിൽ ആൻസറിനെ പറഞ്ഞേ. റോൺസ്റ്റൺ. അദ്ദേഹത്തിന്റെ വില്യം റോൺസ്റ്റൺ എന്ന് പറയണേ. അപ്പം ഇങ്ങനെയാണ് ശരിക്കും വില്യം റോൺസ്റ്റൺ എക്സ്റേ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ വില്യം റോൺസ്റ്റൺ എക്സ്റേ ഉണ്ടാക്കിയെടുത്തും കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? കാഥോഡ് റേസിനെ അറ്റോമിക് മാസ് കൂടിയ മെറ്റീരിയൽസിൽ, ഹൈ അറ്റോമിക് മാസ് ഉള്ള മെറ്റീരിയൽസിൽ കാഥോഡ് റേനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആര് പുറത്തേക്ക് വരും? എക്സ്റേ ലിമിറ്റ്. ഫാദർ ഓഫ് എക്സ്റേ ആരാ? വില്യം റോൺസ്റ്റൺ. എഴുതി മാറ്റുവോ? ഇനി ആ ബോർഡിൽ വീണ്ടും വന്നേ. റോൺസ്റ്റന്റെ ഓർമ്മയ്ക്കായുള്ള ആവർത്തന പട്ടികയിലെ മൂലകം എന്താണ്? ചാറ്റ് ബോക്സിൽ ആൻസറേ റോൺസ്റ്റീനിയം. സിമ്പൽ ഉണ്ടോ? RG. അറ്റോമിക് നമ്പർ തരുവോ? റോൺസ്റ്റീനിയം അറ്റോമിക് നമ്പർ
ചാറ്റ് ബോക്സിൽ ആൻസർ വില്യം റോൺസ്റ്റൺ. റോൺസ്റ്റീനിയം അറ്റോമിക് നമ്പർ റോൺസ്റ്റീനിയം അറ്റോമിക് നമ്പർ പെട്ടെന്ന് പെട്ടെന്ന്. 112 കോപ്പർനിഷ്യമാണ് രജീഷ. കോപ്പർനിഷ്യമാണ് 112. അതല്ല കേട്ടോ, വേറെ വേറെ. അടുത്ത ആൻസർ തന്നെ നിഷി, ശ്രീദിവ്യ, ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. അഭിലക്ഷ്മി, അഭിരാമി, ആദിത്യ, അമല്, ആതിര. ആൻസറിനെ തായോ അറ്റോമിക് നമ്പർ ഓഫ് കോപ്പർനിഷ്യം. കോപ്പർനിഷ്യം പറഞ്ഞു 112. അത് അല്ല, അത് വേണ്ട. 111 രാജേഷ തൊട്ട് ഇപ്പുറത്തെ 111 111 111 111 കേട്ടോ. ഒന്ന് റഫായിട്ട് മാറ്റിക്കോണം. ആ പോയിന്റ് ഇവിടെ ഇല്ല, ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞ പോയിന്റ് ആണ്, എഴുതി മാറ്റിക്കോ. നോക്കൂ, ദേ ക്യാൻ പ്രൊഡ്യൂസ്. ഹൂ വിൽ പ്രൊഡ്യൂസ്? കാഥോഡ് റേസ് പ്രൊഡ്യൂസ് എക്സ്റേ വെൻ ദേ സ്ട്രൈക്ക് ഓൺ ഹൈ അറ്റോമിക് മാസ് ഒബ്ജക്റ്റ്. അറ്റോമിക് മാസ് ഏറ്റവും കൂടി ഒബ്ജക്റ്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? എക്സ്റേനെ പ്രൊഡ്യൂസ് ചെയ്യും. എക്സ്റേന്റെ പിതാവാര വില്യം റോൺസ്റ്റൺ. റോൺസ്റ്റീൻ എന്ന മൂലകത്തിന്റെ, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരെന്താ? റോൺസ്റ്റീനിയം. സിംബൽ ഉണ്ടോ? RG. അറ്റോമിക് നമ്പർ ഉണ്ടോ? 111 111. ശ്രീരാജ ഓക്കെ, 111 111 കിട്ടിയായിരുന്നോ? അത്രയും ഓക്കെ ആണോ? മുന്നോട്ട് പോകാമോ? ഞാൻ ഈ നീല അടിച്ചേക്കുന്ന 2 പോയിന്റ് നോക്കിക്കോണേ. ഞാൻ ഈ നീല കളർ കൊടുത്തേക്കുന്ന 2 പോയിന്റ്, 6ാമത്തെ പോയിന്റും 8ാമത്തെ പോയിന്റ്, 9ാമത്തെ അല്ല 8ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ് 8ാമത്തെ പോയിന്റും കിട്ടിയോ? 6ാമത്തെ പോയിന്റ് നീറ്റിന്റെ PQ ആണ്. കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ. അടുത്ത പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. നോക്കൂ, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. അപ്പൊ അവിടെ കഴിഞ്ഞു. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആരാണെന്ന് കണ്ടു, കണ്ടുപിടിച്ച വർഷം കണ്ടു. അപ്പോഴുണ്ട് അടുത്ത ഐറ്റം, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ച ആരാണ്? അത് മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. RA മില്ലിക്കൺ എന്ന് കേട്ടിട്ടുണ്ടോ? +1. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ച ആരാണ്? RA മില്ലിക്കൺ. ചാർജ് കണ്ടുപിടിക്കാൻ അതേ സാധിച്ച എക്സ്പെരിമെന്റിന്റെ പേരെന്താണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം എന്ന് കേട്ടിട്ടുണ്ടോ? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഒൺലി +1 NCERT മാത്രം. ഒൺലി +1 NCERT. ഇവിടെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വർഷം പറ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ചെയ്ത വർഷം പറ. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. രാജേഷ ഓക്കെ, ശ്രീവിദ്യ ഓക്കെ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വർഷം പറ. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കുന്നത് RA മില്ലിക്കൺ എന്ന് പറയുന്ന മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. ഈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് കണ്ടുപിടിക്കുന്നത്. അവിടെ നമുക്ക് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്നും വേണ്ട. സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വലിയ ഒരു, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ അണ്ടാവുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ആഹാരം ഉണ്ടാക്കുന്ന വലിയ അണ്ടാവുണ്ട് അല്ലെ, ഭരണി പോലെ ഇരിക്കുന്നു. അപ്പൊ ഈ വലിയ ഈ അണ്ടാവിനകത്തേക്കും കുറെ പൈപ്പുകളൊക്കെ ഒത്തി സെറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റാണ്. വലിയ ഇമ്പോർട്ടൻസ് അല്ല, പക്ഷെ അതിന്റെ പടമുണ്ട്. ഞാൻ എടുത്തില്ല, പക്ഷെ +1 NCERT. +1 NCERT ചാപ്റ്റർ 3 അറ്റോമിക് സ്ട്രക്ചർ. അറ്റോമിക് സ്ട്രക്ചറിനകത്ത് റൈറ്റ് സൈഡിൽ 3ാമത്തെ പേജിൽ റൈറ്റ് സൈഡിൽ ഒരു പടമുണ്ട്. അത് എക്സ്ട്രാ പോയിന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സ്ട്രാ പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്നും ചോദിക്കാറില്ല. അപ്പം ആ +1 NCERT കെമിസ്ട്രി ചാപ്റ്റർ 3 അറ്റോമിക് സ്ട്രക്ചർ 3ാമത്തെ പേജിൽ റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു കോളത്തിനകത്ത് എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊരു പടമുണ്ട്. അതാണ് ശരിക്കും എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ചെയ്ത വർഷം എപ്പോഴാണ്? 1909 ആണ് കേട്ടോ. 1909 നമ്മുടെ RA മില്ലിക്കൺ ചെയ്ത എക്സ്പെരിമെന്റിന്റെ പേരെന്താണ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. പഠിച്ചോ നിങ്ങൾ? അറിയാലോ. ചാർജുകളുടെ മൂല്യം പറയുമോ? ഞാൻ പറയാം. -1.6 × 10⁻⁻19 കൂളോം. എഴുതിയായിരുന്നോ? റഫായിട്ട് നോട്ട് ചെയ്തോ? ഇലക്ട്രോണിന്റെ ചാർജ് പറയുമ്പോൾ 10ന്റെ പവർ നോക്കിക്കോണേ. -1.6 × 10⁻⁻19 കൂളോം. 10ന്റെ പവറിലേക്ക് നോക്കിയേ. -1.6 × 10⁻⁻19 കൂളോം. അപ്പൊ 4 ഓപ്ഷൻ. ഒരു പക്ഷേ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് തുടക്കം നോക്കണമെന്നില്ല. 10ന്റെ പവറിലേക്ക് മോർ ഫോക്കസ്, കൂടുതൽ ഫോക്കസ് ചെയ്യുക. 10⁻⁻19. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേ. 10⁻⁻19 കൂളോം. ചാർജ് കണ്ടുപിടിച്ചാലാം RA മില്ലിക്കൺ. ചാർജ് കണ്ടുപിടിച്ച പരീക്ഷണത്തിന്റെ പേരെന്താ? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ചാർജ് കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 909. ചാർജ് കണ്ടുപിടിച്ച വർഷം 909. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ചെയ്ത വർഷം 909. അപ്പൊ അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1909. ഇലക്ട്രോണിന്റെ എക്സ്പെരിമെന്റ് ചാർജുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ പേരെന്താ? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് ചെയ്ത വർഷം എപ്പോഴാണ്? 1909. പഠിച്ചു നിങ്ങൾ? ക്ലിയർ ആണോ? ആ ഒരു സൈഡ് ഓക്കെ ആണോ? അവിടെ വലിയ പാടില്ല. ഓക്കോട്ടെ.
പാർവതി ആൻസറിൽ കറക്ഷൻ ഉണ്ട്. -19 ആണ്. 2 മൈനസ് ഉണ്ട് പാർവതി. തുടക്കത്തിലും മൈനസ് ഉണ്ട്, 10ന്റെ പവറിലും മൈനസ് ഉണ്ട്. 2 മൈനസ് ഉണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ എഴുതാം. -1.6 × 10⁻⁻19. 2 മൈനസ് ഉണ്ട്. തുടക്കത്തിലും മൈനസ് ഉണ്ട്, അതിന്റെ ഒരു 10ന്റെ പവറിലും മൈനസ് ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ എഴുതണം. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. എല്ലാവരും റിപ്ലൈ ചെയ്യണേ ചാറ്റ് ബോക്സിൽ. അടുത്ത പറഞ്ഞോട്ടെ ഞാൻ. മുന്നോട്ട് പോയിക്കോട്ടെ. ചാർജ് ഓഫ് ഇലക്ട്രോൺ വലിയ പാടില്ല. അടുത്ത നോക്ക്. മാസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ മാസ് പറ. വീണ്ടും 10ന്റെ പവറിലേക്കാണ് നമ്മൾ പോകുന്നത്. മാസ് ഓഫ് ഇലക്ട്രോൺ ഉള്ളിലേക്ക് നോക്കിയടേ. 9. അതൊക്കെ 1 വേഡ് പോയിന്റാ. 9.10 × 10⁻31 kg ആണ്, കിലോഗ്രാം. 9.10 × 10⁻31 kg ഗ്രാമിലേക്ക് പോകുമ്പോഴോ 9.10 × 10⁻28. 10ന്റെ പുറകിൽ 3 കുറയ്ക്ക് 28 ഗ്രാം. കിട്ടിയോ? കിലോഗ്രാമിലും ഗ്രാമിലും നോക്കി മാച്ച് ചെയ്ത് ഫോളോയിങ് ചോദിക്കാം. പ്രസ്താവന ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ ചോദിക്കാം. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇത് കഴിഞ്ഞ് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പറയാം. അപ്പൊ നോക്കൂ, മാസ് ഓഫ് ഇലക്ട്രോൺ കിലോഗ്രാമില് 9.10 × 10⁻31 kg ഗ്രാമില് 9.10 × 10⁻28. മൈനസ് വിട്ടുപോലെ, യൂണിറ്റ് വിട്ടുപോലെ. കിലോഗ്രാമിൽ 10⁻31 kg, ഗ്രാമിൽ 10⁻28 ഗ്രാം. ക്ലിയർ ആണ്? വീണ്ടും മുന്നോട്ട്. ചാർജ് ടു മാസ് റേഷ്യോ നോക്കണേ. ഫാദർ ഓഫ് ദി ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിൽ റേഷ്യോ കണ്ടുപിടിച്ചു. ആ റേഷ്യോനെ അളന്ന് കണ്ടുപിടിച്ചാലാ ഈസ് അഗെയിൻ ജെ തോംസൺ. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് റേഷ്യോന്റെ മൂല്യം എത്ര? 1.758 × 10⁻11 കൂളോം പെർ kg. ഇങ്ങനെയും പറയാം, കൂളോം പെർ kg. അത് മൈനസ് വരാൻ കാരണം ഈ മനസ്സിലായത് C/kg എന്നാണ് വരേണ്ടത്. ഇപ്പൊ kg മുകളിൽ വരുമ്പോൾ -1 തന്നെയാണ്. ഈ ഒരു ഫ്രാക്ഷൻ സൈൻ മാറ്റുമ്പോഴേ ഇങ്ങനെ കൊടുക്കാം. യൂണിറ്റുകൾക്ക് kg -1 എന്ന് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് ആ -1 കൊടുത്തിരിക്കുന്നത്. യൂണിറ്റും കൂടെ നോക്കിക്കോണേ. കാരണം ചാർജ് ടു മാസിന്റെ യൂണിറ്റ് മാത്രമായിട്ട് ചോദിക്കാം. അപ്പൊ നോക്കിയേ, ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിൽ ഒരു അളവ് മെഷർ ചെയ്തെടുത്തു. ആരാത്? ജെ തോംസൺ. ക്ലിയർ ആണോ? വാല്യൂ എത്രയാ? അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോന്റെ വാല്യൂ എത്രയാണ്? ബോഡിയിലുണ്ട് 1.78 × 10⁻11 കൂളോം പെർ kg. ക്ലിയർ ആണോ? ഓൺലി +1 NCERT. എല്ലാം +1 ആണ് കേട്ടോ. മാസ് ഓഫ് ഇലക്ട്രോണിനെ കിട്ടിയായിരുന്നോ? ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോണിനെ കിട്ടിയായിരുന്നോ? ചാറ്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് നോക്കട്ടെ. അടുത്ത പോയിന്റ് പറയാമോ എനിക്ക്? ക്ലിയർ ആണോ? റൈറ്റ് ആണോ? എഴുതി മാറ്റിയോ? ടഫാണേ. ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ പറഞ്ഞു തരട്ടെ. ഇത്ര ഓക്കെ ആണോ നിങ്ങൾ? ചാറ്റ് ബോക്സ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ. ഇത്രയും നേരം പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നോക്കൂ. ഇവിടെ കൊടുക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എഴുതണ്ട, ശ്രദ്ധിച്ചിട്ട് ആൻസർ ഇട്ടാൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ഇലക്ട്രോൺ? താഴെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിനെ പറ്റിയുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ഇലക്ട്രോൺ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഈസ് ഈക്വൽ ടു 90-19. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു mass ratio of electron was discovered by J.J. Thomson. Charge to mass ratio was discovered by J.J. Thomson. മൂന്നാമത്തെ പോയിന്റ് കാഥോഡ് റേസ്. കാഥോഡ് റേസ് ആർ അല്ലെങ്കിൽ the properties of cathode rays are cannot depend upon the gas filled in the glass tube. Properties of cathode rays are cannot depend upon the gas filled in a gas tube. നാലാമത്തെ പ്രോപ്പർട്ടി mass of electron. 9.10 × 10⁻28 kg. 28 ഗ്രാം. 9.10 × 10⁻28 ഗ്രാം. കിട്ടിയായിരുന്നോ?
ഇവിടെ ഒന്ന് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് 919, 2 ചാർജ് ടു മാസ് റേഷ്യോ ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ, 3 കാഥോഡ് റേസ് കനോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി ഗ്യാസ് ഫിൽഡ് ഓൺ ദി ഗ്യാസ് ട്യൂബ്. ഇനി 4ാമത്തെ പ്രസ്താവന 9.10 × 10⁻28 ഗ്രാം. ഓക്കെ അല്ലേ? ഞാളെ ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് വേണ്ടത് ശരിയാണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫൈൻ ചെയ്യണം നിങ്ങൾ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. 1, 2, 3, 4. 2, 3, 4. പിന്നെ ഏതാണ്? 2, 4, 2, 3. തുടങ്ങിയോ? 4 ഓപ്ഷൻ ഉണ്ട്. തുടങ്ങിക്കോ ആൻസർ. എഴുതണ്ട. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ആൻസർ ഉണ്ടാവും. ശിവ ഡി, ശ്രുതി ഡി, ഭവി ഡി, രമ്യ ഡി. വരട്ടെ. ഒമർ ഡി, പാർവതി ഡി. ക്ലിയർ. അമൽ ഓക്കെ. സ്റ്റൈൽ ഓഫ് ദി ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇതാണ് ക്വസ്റ്റ്യന്റെ സ്റ്റൈല്. മെയിൻസും കൂടെ ആയതുകൊണ്ട് പ്രസ്താവന മാത്രം പ്രതീക്ഷിച്ച് പോയാൽ മതി. സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് 919 ആണോ? അല്ല. വെട്ടിക്കോ? തെറ്റാണ്. 2ാമത്തെ പ്രസ്താവന ചാർജ് ടു മാസ് റേഷ്യോ ഡിസ്കവേർഡ് ജെ തോംസൺ ആണോ? തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. 2 കറക്റ്റ് ആണ്. 3ാമത്തെ പ്രസ്താവന കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടി ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? ആ ഒരു പരീക്ഷണത്തിലെ ഗ്ലാസ് ട്യൂബിൽ ഫില്ല് ചെയ്യുന്ന ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കറക്റ്റ് ആണ്, ചെയ്യില്ല. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു അല്ലേ? കറക്റ്റ് ആണ്. 4ാമത്തെ പ്രസ്താവന 9.10 × 10⁻28 ആണോ? അല്ല, 10⁻−28 ആണ്. മൈനസ് വിട്ടു പോകരുത്. സോ 4 തെറ്റാണ്. 2, 3 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ഫയർമാൻ പരീക്ഷയ്ക്ക് നല്ല കട്ടിയുള്ളൊരു കെമിസ്ട്രി ചോദ്യമാണ് ചോദിച്ചത്. 4 ഓപ്ഷൻ കൊടുത്തിട്ട് അവര് നമ്മുടെ ഈ റുദർഫോർഡ് ഒരു പരീക്ഷ നോക്കണേ. ആൽഫാറെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം കേട്ടിട്ടുണ്ടോ? ആൽഫാറെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്നൊരു പരീക്ഷണമുണ്ട് നമ്മുടെ പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ പരീക്ഷണത്തിന്റെ റിസൾട്ട് നമ്മളിപ്പം കാഥോഡ് ഡിസ്ചാർജ് ട്യൂബ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് ചെയ്തൊരു പരീക്ഷണമായിരുന്നു ആൽഫാറെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം. ഈ പരീക്ഷണത്തിന്റെ റിസൾട്ട് ചോദിച്ചോളാം. ആദ്യമായിട്ടാണ് PSC ഒരു +2 10ാം ക്ലാസ് നിലവാരത്തിന്റെ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്കത് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് താണ്ടെ കാഥോഡ് റേ നമ്മൾ പഠിച്ചില്ലേ? കാഥോഡ് റേ പഠിച്ചവർ നമുക്ക് വിശാലമായത് പഠിക്കാനുണ്ട്. വലിയൊരു എക്സ്പെരിമെന്റ് ആണത്. പക്ഷെ ഒരുപാട് റിസൾട്ട് ഉണ്ട്. നമുക്കത് പഠിക്കാം. അത് പഠിക്കുന്ന വഴിക്ക് നമുക്കത് കാണാം. പക്ഷെ ആ ഒരു സംഭവം ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻ കൊണ്ടുവരാം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ കേരള PSCന്റെ ഫയർമാൻ എന്നൊരു പരീക്ഷയിൽ ചോദിച്ചതാണ്. ആദ്യമായിട്ടാണ് കേരള PSC എക്സ്പെരിമെന്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു +2 ലെവൽ എക്സാം കേട്ടോ. ശ്രീരാജ്, അത് സയൻസ് പഠിക്കാത്തവർക്കൊന്നും പറ്റത്തില്ല. സയൻസ് പഠിക്കാത്തവർക്കൊന്നും കണ്ടുപിടിക്കാൻ അതിന്റെ ഐഡിയ പോലും കാണത്തില്ല അവർക്ക്. ഇപ്പൊ +1 +2 കൊമേഴ്സ് പഠിച്ചവർക്കോ +1 +2 അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ പഠിച്ചവർക്കൊന്നും പറ്റത്തില്ല. സയൻസ് പഠിച്ചവർക്ക് ഒരു പക്ഷേ പറ്റുമായിരിക്കും, പക്ഷെ സയൻസ് പഠിക്കാത്തവർക്കൊന്നും പറ്റില്ല. കൊമേഴ്സും മറ്റുള്ള വിഷയങ്ങൾ പഠിച്ചവർക്കൊന്നും പറ്റൂല കേട്ടോ. കാരണം അത് +2 സയൻസ് പഠിച്ചവർക്കത് പറ്റും, സയൻസ് പഠിക്കാത്തവർക്ക് അത് പറ്റൂല ആൻസർ ചെയ്യാൻ. അത് അവർ തീർച്ചയായിട്ടും ക്ലാസ്സിൽ പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്നാ പിന്നെ അങ്ങോട്ട് 10 മണിവരല്ലേ ക്ലാസ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നിലവിൽ നിർത്തിയേക്കുന്ന പോയിന്റ് എവിടെ നോക്കിക്കോട്ടെ. നമ്മൾ എവിടെ നിർത്തിയത്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇവിടുന്ന് ആരംഭിക്കണം. ലാസ്റ്റ് ഈ ഒരു വാല്യൂ ഒക്കെ നോക്കണേ, 1.755. ഓക്കെ, നമുക്കിനി ഇത് പ്രോട്ടോണിനെ കുറിച്ച് വിശാലമായി പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം നമ്മൾ ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഒന്നും പറയുന്നില്ല, കാരണം റെഫറൻസിനുള്ള സമയം നമുക്കില്ല. റെഫറൻസ് താല്പര്യം ഉണ്ടെങ്കിൽ NCERT +1 +2 കെമിസ്ട്രിക്ക് NCERT +1 +2 അതാണ് ഏറ്റവും വലിയ റെഫറൻസ്. അതിനപ്പുറം ഒരു റെഫറൻസ് ഇല്ല. മറ്റുള്ള റാങ്ക് ഫയലിലേക്കൊന്നും പോയി സമയം കളയരുത്. NCERT ബേസ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത് NCERT ആണ് നമ്മളെ ശരിക്കും റാങ്ക് ഫയൽ തന്നെ കേട്ടോ. NCERT ഞാനിത് പഠിപ്പിച്ച പോയിന്റില്ല. NCERT 11ാം ക്ലാസ് ആണ്. ദൃശ്യ സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ? NCERT 11ാം ക്ലാസ്സിലെ പോയിന്റാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്ന കംപ്ലീറ്റ് പോയിന്റുകളും. അപ്പൊ NCERT 11ാം ക്ലാസ് ആണ്. ആറ്റത്തിന്റെ റെഫറൻസ് ഓരോ ചാപ്റ്ററിനും ഓരോ റെഫറൻസ് ഉണ്ട്. ആറ്റത്തിന്റെ റെഫറൻസ് NCERT 11ാം ക്ലാസ്. സമയം കാണില്ല, കുറവാണ് വായിക്കാൻ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വേണം ഇവിടെ ആദ്യം.
അല്ലെങ്കിൽ ക്ലാസ് നോട്ട് കൃത്യമായിട്ടൊന്ന് വായിച്ചു വിട്ടാലും മതി കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും നോക്കിക്കൊണ്ടൊരു ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു മാസ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ മിസ്സായി പോലെ. ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ച തോംസൺ ആണേ. ഓക്കെ. അപ്പൊ ചാർജ് ടു മാസ് റേഷ്യോ നമ്മൾ തൊടുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾ തൊടുമ്പോൾ സ്ക്രീനിൽ ലൈൻ വീഴുന്നുണ്ട്. പാർവതി വീഴുന്നുണ്ട് കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് വരിക. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് നോട്ട് മാത്രം വായിച്ചോ, എല്ലാ പോയിന്റ് അതിനകത്തുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പോയിന്റ് അത് മതിയോ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.